എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ഒരു ദിവസം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ 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 മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമാക്കി നമുക്ക് മാറ്റാൻ കഴിയും. ആകെ വേണ്ടത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഒരാളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യം ഫീൽഡിൽ അയാൾക്ക് കിട്ടുന്ന ഒബ്ജക്ഷൻസിനെയാണ്. അപ്പൊ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു സെഷൻ ഏതാണ്ട് 99.9% ഒബ്ജക്ഷൻസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ കേപ്പബിൾ ആക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്നോട് ചോദിക്കാം. ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾക്കും അതും എന്നോട് ചോദിക്കാം. ഇപ്പോൾ തൽക്കാലം കടലാസും പേന എടുക്കുക. ഞാൻ പറയുന്ന മുറയ്ക്ക് ഞാൻ പറയുന്ന വാക്കുകൾ പരമാവധി സ്പീഡിൽ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. മുഴുവൻ എഴുതാൻ പറ്റിയില്ലെങ്കിലും മെയിൻ പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതി ഡോട്ട് ഇട്ട് പോയാൽ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങൾ ഒന്നുകൂടി ആ ഒരു നിങ്ങൾ ഡോട്ട് ഇട്ട് പോയത് വായിച്ചാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ അത് ഓർമ്മയുണ്ടാവും. പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു പുസ്തകത്തിലേക്ക് മാറ്റി എഴുതി വെച്ചാൽ അത് എല്ലാ കാലത്തേക്കും ഒരു മുതൽക്കൂട്ടാവും. നിങ്ങൾക്ക് വരുന്ന ആളുകളെ നിങ്ങൾ ട്രെയിൻ ചെയ്യാനും നിങ്ങളുടെ പ്രോഗ്രാമുകളിൽ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും ട്രെയിൻ ദ ട്രെയിനറായി നിങ്ങൾക്ക് മാറാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഈ സാഹചര്യത്തെ എങ്ങനെ നോക്കി കാണണം എന്നുള്ളതാണ്. ഒരു ഒബ്ജക്ഷൻ ഒരാൾ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രസന്റേഷൻ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ഒരു ഒബ്ജക്ഷൻ പറയുമ്പോൾ അതിനെ കാണേണ്ടത് ഇങ്ങനെയാണ്. ഈ വ്യക്തി എന്റെ പ്രസന്റേഷൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ആദ്യത്തെ തെളിവാണ് അദ്ദേഹത്തിന്റെ ഒബ്ജക്ഷൻ. അതിന്റെ അർത്ഥം ഈ പ്രസന്റേഷൻ അദ്ദേഹം ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ആദ്യത്തെ തെളിവാണ്. അതിനെ പോസിറ്റീവായിട്ട് വേണം കാണാനായിട്ട്. ഞാനത് വെറുതെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നതല്ല. ഒബ്ജക്ഷൻ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റി എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ ക്ലാരിഫൈ ചെയ്യാനും അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു കമ്മിറ്റ്മെന്റ് വാങ്ങിക്കാനും ഒക്കെയുള്ള അവസരമായിട്ട് ഈ ഒബ്ജക്ഷനെ കാണുന്നുണ്ട്. കാരണം ഒരു സംശയം ഒരാൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒബ്ജക്ഷൻ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്താൽ ഉടനെ തന്നെ നമ്മൾ അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നമുക്കൊരു അവസരമാണ്. അദ്ദേഹത്തെ മനസ്സിലാക്കാനും അദ്ദേഹത്തിൽ നിന്നൊരു കമ്മിറ്റ്മെന്റ് കിട്ടാനും അദ്ദേഹത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് ഉറപ്പാക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമായിട്ട് വേണം കണക്കാക്കാൻ. ഇത് സ്ലൂസ എന്ന് പറയുന്ന ഒരു ഫോർമുല, SLUSA, സ്ലൂസ എന്ന് പറയുന്ന ഒരു ഫോർമുല, ഏത് ഒബ്ജക്ഷൻ വന്നാലും നിങ്ങൾ ഫോർമുല ഇതൊന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. എന്താണ് സ്ലൂസ? ഒബ്ജക്ഷൻ വന്നാൽ നിങ്ങളുടെ തത്തമായ പൂച്ച പോലെയുള്ള വർത്തമാനം പറയൽ നിർത്തുക എന്നുള്ളതാണ്. പ്രസന്റേഷന്റെ ഇടയ്ക്ക് നിർത്തുക, സ്റ്റോപ്പ്. അതാണ് എസ് കാണിക്കുന്നത് സ്ലൂസയുടെ. സ്റ്റോപ്പ് യുവർ പ്രസന്റേഷൻ. അടുത്തത് ആണ്, ലിസൺ ടു ഹിം. നല്ല ശക്തമായിട്ട് ശ്രദ്ധിക്കുക. അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാൾ പറയുന്നത് മാത്രമല്ല, പറയുന്നതിന്റെ ഉള്ളിൽ മറ്റെന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യുക. കാരണം അറിയാൻ വേണ്ടിയിട്ടാണോ ചൊറിയാൻ വേണ്ടിയിട്ടാണോ ചോദിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തെങ്കിലും പറയാനുള്ള വ്യഗ്രതയിൽ ആളുകളെ ശ്രദ്ധിക്കാതെ പോകരുത്. ആളുകളെ ശ്രദ്ധിക്കലാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ സ്റ്റോപ്പ് യുവർ പ്രസന്റേഷൻ, ലിസൺ ടു ദം, അണ്ടർസ്റ്റാൻഡ് ദ ഒബ്ജക്ഷൻ. അതാണ് സ്റ്റോപ്പ് യുവർ പ്രസന്റേഷൻ, ലിസൺ ടു ഹിം. അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അണ്ടർസ്റ്റാൻഡ് ദ റിയൽ ഒബ്ജക്ഷൻ. ശരിയായ ഒബ്ജക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ പറയുന്നതിനും അപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പറയുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും, ഒഴിവൊഴിവ് പറയുന്നതായിരിക്കും, പക്ഷെ ശരിയായിട്ടുള്ള ഒബ്ജക്ഷൻ മറ്റെന്തെങ്കിലും ആവാനും സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് കിട്ടുള്ളൂ. സോ അണ്ടർസ്റ്റാൻഡ് ഹിം തറലി. ദെൻ സോൾവ്. അടുത്തത് സോൾവ്. അദ്ദേഹത്തിന്റെ ഒബ്ജക്ഷൻ സോൾവ് ചെയ്യുക. സ്ലൂസയുടെ എസ് അതാണ്, SLUS. അവസാനം ആസ്ക് ഹിം. സ്ലൂസ എന്നുള്ളതാണ്. ആസ്ക് ഹിം. എന്താണ് ചോദിക്കേണ്ടത്? ഞാൻ ഈ പറഞ്ഞത് അങ്ങയുടെ സംശയം മാറ്റി എന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞത് തന്നെയാണോ അങ്ങേക്ക് വേണ്ട ഉത്തരം? അദ്ദേഹത്തിന്റെ അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടോ? അപ്പൊ അദ്ദേഹം വേറെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ സെയിം സ്റ്റെപ്പ്. അണ്ടർസ്റ്റാൻഡ് പ്രോപ്പർലി, ലിസൺ ടു ഹിം, അണ്ടർസ്റ്റാൻഡ്, സോൾവ് ആൻഡ് ദെൻ അഗെയിൻ ആസ്ക്. സാർ ചോദിച്ച 2 ചോദ്യങ്ങളാണ്. ആ 2 ചോദ്യങ്ങളുടെയും ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. സാറിന് ഇതിൽ കൂടുതൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടോ? ക്ലാരിറ്റി കിട്ടിയോ? ഈ ഒരു ഏരിയയിൽ സാറിന് ക്ലാരിറ്റി വന്നോ? അതോ മറ്റെന്തെങ്കിലും ബാക്കിയുണ്ടോ? ഈ വാക്കുകൾ നിങ്ങളുടെ വായിൽ വരട്ടെ.
ഇനി ഇത് ഓരോ തവണയും ഈ ഓരോ തരത്തിലുള്ള ഏത് തരത്തിൽ അവര് റിയാക്ട് ചെയ്താലും നിങ്ങൾ റിയാക്റ്റീവ് മോഡിലേക്ക് വീഴരുത്. നിങ്ങൾ സ്ഥിതപ്രജ്ഞനായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം, കൺട്രോളിലായിരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യണം. കാരണം ഈ പറയുന്ന ഞാൻ പോലും തുടങ്ങിയ കാലത്ത് ഞാൻ വളരെ അഗ്രസീവ് ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആർഗ്യുമെന്റിൽ വീഴാറുണ്ട്, ഞാൻ വെറുപ്പിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ അപകടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്താണ് പഠിക്കുന്നത്. പക്ഷെ നമ്മള് പറ്റിയാലും പറ്റിപ്പോയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ നോട്ട്സ് നിങ്ങളെ ഉപകരിക്കും. കാരണം ഇതിപ്പോ നോട്ട് എഴുതിയാലും നിങ്ങൾ ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ. പക്ഷെ എങ്കിലും നമുക്ക് പിന്നീട് തിരുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇത്തരത്തിലുള്ള നോട്ട്സ് കയ്യിലുണ്ടെങ്കിൽ. അപ്പൊ എപ്പോഴും ഒരു പറ്റുമെങ്കിൽ ഒരു മന്ദഹാസം മുഖത്ത് നിലനിർത്താൻ ശ്രമിക്കുക. അതൊരു പുച്ഛത്തിന്റെ ചിരിയല്ല, വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്മൈല് മുഖത്ത് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു പ്ലസന്റ് സ്മൈൽ പലപ്പോഴും എനിക്ക് പറ്റാറില്ല, പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ് അങ്ങനെ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. കാരണം നമുക്ക് ആ ഒരു മൂഡ്, നമ്മള് ഫോണിലൂടെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതും നമ്മൾ ഫോണിലൂടെ നമ്മൾ ഗൗരവത്തിൽ സംസാരിക്കുന്നതും തമ്മിലുള്ള പിച്ച് വ്യത്യാസമാണ്. പക്ഷെ കേൾക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എന്ന് പറയുന്ന പോലെ ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇങ്ങനെ സംസാരിക്കുന്നു, അത് ഞാൻ വളരെ രസകരമായിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അതിന്റെ ഫീല് ഒന്ന് ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് പ്രസന്റേഷനിൽ, അത് 1-to-1 ആയിക്കോട്ടെ, ഒരു ഹോൾ പ്രസന്റേഷൻ ആയിക്കോട്ടെ, മീറ്റിംഗ് ആയിക്കോട്ടെ, ഹോം മീറ്റിംഗ് സിറ്റുവേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 3 പേര് ഇരിക്കുമ്പോഴായിക്കോട്ടെ, എപ്പോഴാണെങ്കിലും ശരി, ഒബ്ജക്ഷൻസ് വരുമ്പോ സ്മൈൽ ചെയ്യുക, തലയാട്ടുക, അതിനുശേഷം യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്, അല്ലെങ്കിൽ ഐ ടോട്ടലി എഗ്രി വിത്ത് യു, അല്ലെങ്കിൽ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ, വെരി ഫ്യൂ സ്മാർട്ട് പീപ്പിൾ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ സാറ് ചോദിച്ചത് വളരെ കറക്റ്റ് ആണ്, നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സാറിന് നല്ല ക്വസ്റ്റ്യൻ ആണ്, വളരെ നന്നായി ഇത് ചോദിച്ചത്. കാരണം ഇത് മറ്റുള്ളവർക്കും കൂടി മനസ്സിലാകുന്ന രീതിയിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമ്പോൾ അത് മറ്റുള്ളവരുടെയും ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരു പക്ഷേ, അകത്ത് അവർ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സാർ ഈ ചോദിച്ചത് എന്തായാലും വളരെ നന്നായി, എനിക്കത് ആൻസർ ചെയ്യാൻ വളരെ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളത് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതുപോലെ സാറിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായി, ചോദ്യം കറക്റ്റ് ആണ്, സാറിന്റെ സംശയം കറക്റ്റ് ആണ്, ആർക്കും തോന്നാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സാറിന്റെ ചോദ്യം വളരെ ആപ്റ്റ് ആണ്, കറക്റ്റ് ക്വസ്റ്റ്യനാണ് സാർ ചോദിച്ചത്. അങ്ങനെ അയാൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ ഡിഫെൻഡ് ചെയ്യാനും നമ്മൾ എതിർക്കുന്ന ആളാണ്. പക്ഷെ നമ്മൾ അയാളുടെ കൂടെ തന്നെ നിന്ന് വളരെ കൂളായിട്ട് അതിനെ ഒരു വളരെ ഫ്ലോയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനായിട്ട് നമുക്ക് കഴിയും. ഞാൻ ഈ പറയുന്നത് നമ്മൾ സ്പെസിഫിക് ക്വസ്റ്റ്യനിലേക്ക് വരണേ ഉള്ളൂ. പക്ഷെ ജനറൽ ആയിട്ട് ഒരു ഒബ്ജക്ഷൻ വരുമ്പോൾ നിങ്ങൾ എപ്രകാരം ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ജനറൽ പെർവ്യൂ ആണ് ഞാനിപ്പോ നിങ്ങൾക്ക് തന്നത്. ഇനി നമ്മള് ശരിയായിട്ടുള്ള ചില പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. ഞാൻ ഇതിലേക്ക് മുമ്പ് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് ആവർത്തിക്കുന്നു. കാരണം നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്രിമത്വം നിറഞ്ഞതാവരുത്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ, ഇതൊരു പുസ്തകം വായിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. പുസ്തകങ്ങളിലെല്ലാം ടെക്നിക്കുകളും ടാക്ടിക്സും കാര്യങ്ങളുമാണ്. എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ്, നമ്മൾ ഏത് ഒബ്ജക്ഷനും ഹാൻഡിൽ ചെയ്യുന്നത് ആ വ്യക്തിക്കുള്ള ജെനുവിൻ ആയിട്ടുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ നമ്മൾ ജെനുവിൻ ആയിട്ട് തന്നെ ശ്രമിക്കുന്ന ഒന്നായിരിക്കണം. നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യരുത്, വളച്ചൊടിക്കരുത്, ആളുകളെ യൂസ് ചെയ്യരുത്. നമ്മൾ ആളുകളോട് ചെയ്യുന്ന ഒരു കാര്യമാവരുത്, ആ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാവണം. അദ്ദേഹത്തിന് വേഗം മനസ്സിലാകാൻ വേണ്ടിയുള്ള ചില രീതികൾ നമ്മൾ പങ്കുവെക്കുന്നതാണ് ഈ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ ആളുകൾ എന്ത് ചോദിച്ചാലും അതിന് മടക്കി ഒടിച്ച് കുപ്പിയിലടിക്കാനുള്ള പരിപാടികളല്ല, അത്തരത്തിലുള്ള ടാക്ടിക്സുകളും ടെക്നിക്കുകളുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അറ്റ്ലീസ്റ്റ് ന്യൂ ലൈഫ് കമ്മ്യൂൺ അത് അർത്ഥമാക്കുന്നില്ല. കാരണം നമ്മുടെ ഉദ്ദേശം ആളുകളെ സഹായിക്കലാണ്, ആളുകളെ ഉപയോഗിക്കലല്ല. അപ്പൊ അതുകൊണ്ട് ഒരാൾക്ക് മനസ്സിലാകാൻ ഏറ്റവും എളുപ്പമുള്ള ചില രീതികളെ നമ്മൾ അവലംബിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഫലപ്രദമായ രീതിയിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മറുപടി പറയുകയും അദ്ദേഹത്തിന് ഇതിനകത്ത് താല്പര്യം ജനിപ്പിക്കാൻ പറ്റുന്ന ചില സങ്കേതങ്ങൾ ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലാക്കണം. ആദ്യത്തെ എനിക്ക് പറയാനുള്ളത് ആൻസർ ക്വസ്റ്റ്യൻ വിത്ത് ക്വസ്റ്റ്യൻ. അപ്പൊ അതായത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ വഴി തന്നെ ക്വസ്റ്റ്യൻ നേരിടുക എന്നുള്ളതാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം ഞാൻ ഈ പറയുന്നത്. ആൻസർ ക്വസ്റ്റ്യൻ വിത്ത് ക്വസ്റ്റ്യൻസ്. ഉദാഹരണത്തിന്, ഇത് വലിയ നഷ്ടമാണ് കേട്ടോ ഈ പരിപാടി, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒരു രക്ഷയില്ല, ആളുകളുടെ കാശ് പണ പരിപാടിയാ. അപ്പോ അത് കേട്ടാൽ നമുക്ക് ചോദിക്കാവുന്ന കാര്യം, എന്തു പറ്റി, എന്താ സാറിനോട് ചെയ്തത്, സാർ ഇത് പറയാനായിട്ട് എന്താ കാരണം, എപ്പോഴാ സാറിന് എന്തെങ്കിലും സംഭവിച്ചത്, എന്താ സംഭവിച്ചത്, എവിടെ വെച്ചാ സംഭവിച്ചത്, ആരാണ് സാറിനോട് ഒരു അധാർമികത പ്രവർത്തിച്ചത് എന്ന്
ഓരോ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അദ്ദേഹം ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കുക, നമ്മൾ സംസാരിക്കുന്നതിലല്ല മിടുക്ക്, അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കുകയും പ്രശ്നം അതിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുന്ന രീതിയിൽ ശ്രദ്ധിക്കുകയും ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അദ്ദേഹത്തിന് എന്ത് തോന്നിയാലും അത് ജെന്യുവൻ ആണെന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തിന് ആ സമയത്ത് എന്ത് തോന്നിയാലും അത് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് തോന്നിയതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് നമ്മൾ മനസ്സുകൊണ്ട് ക്ഷമിക്കണം. കാരണം അത് ഒരു ജെന്യുവൻ ആയിട്ട് ഒരു മനുഷ്യൻ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് വിഡ്ഢിത്തമായി തോന്നിയേക്കാം, നിങ്ങൾക്ക് ആശ്ചര്യം തോന്നിയേക്കാം, എന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ ആ സമയത്ത് അദ്ദേഹം ചോദിക്കാനായിട്ട് അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ നേരെ തിരിച്ച് അതുപോലെ തന്നെ, അതെന്താ സാർ അങ്ങനെ പറയാൻ കാരണം? സാറിന് പറ്റിയ ഒരു സംഗതി, അദ്ദേഹം സാറിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഗതി ഒന്ന് പറയാമോ? എന്താണ് പറ്റിയത്? അങ്ങനെ ചോദിക്കുമ്പോ പലപ്പോഴും എന്താ പ്രശ്നം എന്നറിയോ? പറഞ്ഞു വരുമ്പോ പ്രശ്നം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയിരുന്നില്ല. പ്രശ്നം അദ്ദേഹം ചൂസ് ചെയ്ത കമ്പനി ആയിരിക്കാം. പ്രശ്നം അദ്ദേഹത്തെ കൊണ്ടുവന്ന അപ്ലൈൻ ആയിരിക്കാം. പ്രശ്നം ആ കമ്പനി ഡീൽ ചെയ്ത പ്രൊഡക്ട്സ് ആയിരിക്കാം. പ്രശ്നം ആ കമ്പനിയിൽ നല്ലൊരു ഫലപ്രദമായ മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരിക്കാം. പ്രശ്നം ആ കമ്പനി ഉണ്ടായില്ല, കമ്പനി തന്നെ പൊട്ടിപ്പോയി എന്നുള്ളതായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ പ്രശ്നം അദ്ദേഹവും തന്നെ ആയിരിക്കാം. മേ ബി ഹി ഹിംസെൽഫ് ഈസ് ദ പ്രോബ്ലം. അപ്പൊ അത് വന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിയുമ്പോ അവസാനം ചോദിക്കുക, സാറിന് എന്ത് തോന്നുന്നു, ഇതിനകത്ത് എവിടെയാണ് കുഴപ്പമെന്നാണ് സാർ വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വരുമ്പോ അദ്ദേഹം തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഓട്ടോമാറ്റിക് ആയിട്ട് സൃഷ്ടിക്കപ്പെടും. നിങ്ങൾ ഒരു സ്മൈലോട് കൂടി വളരെ ഫ്രണ്ട്ലി ആയിട്ട്, കാരണം ഈ മനുഷ്യനുമായിട്ട് ആർഗ്യുമെന്റിലേക്ക് വീണാൽ ഒരു കാരണവശാലും, ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക, ആർഗ്യുമെന്റിലേക്ക് വീണാൽ നിങ്ങൾ കഴിഞ്ഞു. കാരണം ഒരു ആർഗ്യുമെന്റ് വന്നാൽ, ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാഗ്വാദത്തിലേക്ക് വന്നാൽ രണ്ട് കാര്യങ്ങളെ നടക്കുള്ളൂ. ഒന്നുപോലെ നിങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ജയിക്കും. നിങ്ങൾ ജയിച്ച ഒരു സീൻ ആലോചിക്കുക. നിങ്ങൾ ഞാനും തമ്മിൽ വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. ആ സമയത്ത് നിങ്ങൾ ജയിച്ചു, ഞാൻ തോറ്റു. നിങ്ങൾ തോപ്പിച്ച ഒരു മണ്ടന്റെ കൂടെ നിങ്ങൾ അസോസിയേറ്റ് ചെയ്യോ? നിങ്ങൾ തോൽപ്പിച്ച, ഉത്തരം മുട്ടിച്ചു കളഞ്ഞ, ഉത്തരം പറയാൻ പറ്റാതെ വിഷമിച്ച ഒരു മരമണ്ടന്റെ ഒപ്പം ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യോ? ഒരിക്കലുമില്ല. സെനാറിയോ നമ്പർ 2, ഞാൻ നിങ്ങളെ തോൽപ്പിച്ചു. ഒരുപക്ഷെ ആളുകളുടെ മുമ്പിലായിരിക്കാം, അല്ലാതെ 1 to 1 ആയിരിക്കാം, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള സമയമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ അപ്ലൈൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ. അദ്ദേഹത്തിനെ നമ്മൾ തോൽപ്പിച്ചു. നിങ്ങളെ തോൽപ്പിച്ച ഒരാളുടെ കൂടെ നിങ്ങൾ ബിസിനസ് പാർട്ട്ണർഷിപ്പ് തയ്യാറാവൂ? ബുദ്ധിമുട്ടാണ്. ഈ രണ്ട് കേസിലും നിങ്ങൾ തോറ്റു. അപ്പൊ ആർഗ്യുമെന്റിലേക്ക് വീണാൽ നിങ്ങൾ തോറ്റു എന്ന് പഠിക്കണം. അപ്പൊ അടിയിൽ എഴുതണം, നിങ്ങളിപ്പോ നോട്ട് ചെയ്ത് വെക്കുമ്പോ പറയണം, ആർഗ്യുമെന്റിലേക്ക്, അവിടെ എഴുതി വെക്കണം, ആർഗ്യുമെന്റിലേക്ക് വന്നാൽ പരാജയപ്പെട്ടു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവർ ചെയ്യണമെങ്കിൽ അവരോട് പറയണം, സാറേ ഞാൻ ആർഗ്യൂ ചെയ്യണല്ലോ കേട്ടോ, സാർ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, അയ്യോ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല കേട്ടോ സാറേ. എങ്ങാനും അങ്ങനെ വന്നാൽ അതിനെ സ്മൂത്ത് ആക്കണം. എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാമോ സാറേ എന്ന് ചോദിക്കാം. നമ്മൾ ആ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിച്ചാൽ അവർക്ക് നമ്മളെ ശത്രുവാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിന്റെ വൈഫാണ്, മാഡം എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാമോ എന്ന് ചോദിക്കാം ചിരിച്ചോണ്ട്. മൂഡ് മാറും. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ടാവട്ടെ. എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് റിലേഷൻഷിപ്പ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, റാപ്പോ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ നമ്മളെല്ലാം ന്യായാധിപൻ ഇരിക്കണ പോലെ അത് പറയാൻ കാരണം അതൊക്കെ സാറിന് മറ്റേ കമ്പനി പൊട്ടിയതല്ലേ, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ധാർഷ്ട്യമുള്ള രീതിയിലായിരിക്കരുത് ആൻസറുകൾ പോണ്ടത്. സ്മൈലിംഗ് ഫേസോട് കൂടി, തലയാട്ടലോട് കൂടി, മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു വേണമെങ്കിൽ റീഫ്രൈസ് ചെയ്ത്, സാർ പറഞ്ഞത് ഇന്ന കാര്യമാണല്ലേ, അതെ ഓക്കെ മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ആർക്കായാലും തോന്നും സാറേ, കാരണം എനിക്ക് അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ കൂടെ വന്ന ആളുകൾക്ക് ഒരുപാട് ഇത്തരം അനുഭവങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ എനിക്ക് അറിയാവുന്ന, എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇത്തരം വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്. എന്റെ അറിയാവുന്ന രീതിയിൽ ആണെങ്കിൽ ഇതാണ്, എന്റെ അറിവ് ശരിയാണെങ്കിൽ അത് ഇന്ന കാരണം കൊണ്ടായിരിക്കണം. സാറിന് എന്ത് തോന്നുന്നു? ഞാൻ ഇന്ന ആളുടെ അടുത്ത് നിന്നാണ് ഞാനത് ഇന്ന രീതിയിൽ വിചാരിച്ചിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ എനിക്ക് ഇന്ന രീതിയിൽ ആൻസർ കിട്ടി. അപ്പൊ എനിക്കത് കുറച്ച് കൺവിൻസിങ് ആയിട്ടാണ് അന്ന് എനിക്ക് തോന്നിയത്. സാറിന് എന്ത് തോന്നുന്നു? അപ്പൊ ആ രീതിയിൽ നമ്മൾ നേരിട്ട് സാർ എന്തായി പറയുന്നത്, ഇതൊക്കെ ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. സാറിന് ഈ പുതിയ കാര്യങ്ങൾ അറിയില്ല സാറേ, അതുകൊണ്ടാണ് സാർ ഇങ്ങനെ പറയണത് എന്ന് പറയുന്നത് ആളുകൾക്ക് ഇഷ്ടമല്ല. പഠിപ്പിക്കുന്ന ആളുകൾക്ക് പൊതുവെ ഇഷ്ടമല്ല.
അപ്പൊ അതുകൊണ്ട് പഠിപ്പിക്കുന്ന മോഡിലേക്ക് മാറാതിരിക്കുക, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതിയിൽ പോവുക. നമ്മളിപ്പോ ഒരു ടെക്നിക്കേ പറഞ്ഞിട്ടുള്ളൂ, അത് ആൻസർ ക്വസ്റ്റ്യൻ വിത്ത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ അടുത്ത മെത്തേഡിലേക്ക് പോവാണ്. അതിന്റെ പേര് കൺവേർട്ട് എക്സ്ക്യൂസസ് ഇൻ ടു റീസൺ എന്നാണ്. എന്താണത്? ഒഴിവ് കഴിവുകളെ, അല്ലെങ്കിൽ ചില ആളുകൾ ചിലതിന് ന്യായീകരണങ്ങൾ പറയും, ഒഴിവ് കഴിവുകൾ പറയും, അതിനാണ് എക്സ്ക്യൂസ് എന്ന് പറയുന്നത്. അതിനെ കാരണങ്ങളാക്കി മാറ്റുക, കാരണങ്ങളാക്കി മാറ്റുക. ഉദാഹരണത്തിന്, അയ്യോ എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല കേട്ടോ ഇപ്പോ. അപ്പോ നമ്മൾ എന്താണ് പറയാ? ധാരാളം പൈസ ഉണ്ടാവാനായിട്ടുള്ള ഒരു അവസരമാണിത്. പൈസ ഇല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞാനതൊന്ന് കാണിച്ചു തന്നോട്ടെ, ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. ആക്ച്വലി പൈസ ഇല്ലാത്തവർക്ക് വേണ്ടിയാണിത്. പൈസ ഉള്ളവർക്ക് ഇതിന്റെ ആവശ്യമില്ല. പൈസ ഇല്ലാത്തവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. മാത്രമല്ല ഇത് തുടങ്ങാൻ പൈസയുടെ ആവശ്യവുമില്ല സർ. ഞാനതൊന്ന് വിശദമാക്കട്ടെ എന്ന് ചോദിക്കാം. വേറെ ചില ആൾക്കാർ പറയും, അയ്യോ എനിക്ക് ഒട്ടും സമയമില്ല, നിന്ന് തിരിയാൻ നേരമില്ല എനിക്ക് എന്ന് പറയുമ്പോ, അയ്യോ ഒരുപാട് സമയം നമുക്ക് നമ്മുടെ ഒപ്പം ഫാമിലിയുടെ ഒപ്പം ചെലവഴിക്കാൻ പറ്റുന്ന വലിയൊരു അവസരമാണിത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആളുകൾ ചെയ്യുന്നത്. പണക്കാർ പോലും, പല വലിയ വലിയ ബിസിനസ്സുകാർ പോലും ഇത് ചെയ്യുന്നതിന്റെ കാരണം മാഡം ആക്ച്വലി സമയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയമില്ലായ്മ ആർക്കും വലിയ സുഖമുള്ള കാര്യമല്ലല്ലോ. നമ്മൾ കഷ്ടപ്പാട് ആർക്കും സുഖമുള്ള കാര്യമല്ലല്ലോ. അപ്പൊ അത് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ ആൾക്കാര്, എനിക്ക് സെയിൽസ് ഒട്ടും പറ്റത്തില്ല കേട്ടോ, എനിക്ക് സെയിൽസ് ഒരു രക്ഷയില്ല. വളരെ നല്ലത് മാഡം, കാരണം ഇവിടെ സെയിൽസിലല്ല ഈ കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ പോലും പ്രൊഡക്റ്റുകൾ വാങ്ങപ്പെടുന്നുണ്ടെങ്കിലും ആക്ച്വലി സെയിൽസിൽ ഇല്ലാത്ത ആളുകളാണ് 95% ഈ മേഖലയിലുള്ളത്. നോൺ സെയിൽസ് ടൈപ്പാണ് ഇവിടെ ഉള്ളൊരു മുഴുവൻ. ആക്ച്വലി നമ്മളൊക്കെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നവരല്ലേ, വാങ്ങുന്നതിൽ മാത്രമേ ഇവിടെ ഉള്ളൂ, വിൽപ്പന ഇവിടെ ഇല്ല. ശരിക്കും വിൽപ്പന ഇഷ്ടപ്പെടാത്തവർക്കുള്ളതാണിത്. അതേസമയം വിൽപ്പന ഇഷ്ടപ്പെടണം എന്ന് ഒരാൾ പറയുകയാണെങ്കിലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിൽപ്പന സാറേ, എത്ര വേണമെങ്കിലും വിൽക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതാണ് നമ്മുടെ ആൻസർ. അത് സത്യവുമാണ്. അപ്പൊ വിൽപ്പന പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലോ, വിൽപ്പന പഠിപ്പിക്കാനും ആൾക്കാർ ഇവിടെ ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, ധാരാളം പരിശീലന പരിപാടികളുണ്ട്. വിൽപ്പന ഇഷ്ടമല്ലേ, ഒട്ടും വിൽക്കേണ്ട ആവശ്യമില്ല. നോൺ സെയിൽസ് ടൈപ്പാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല സെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് പരിചയമില്ലാത്ത കുറെ ആൾക്കാരുടെ ഇടയിലേക്ക് ആവശ്യമില്ലാത്ത കുറെ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലക്കുള്ളത് അടിച്ച് ഏൽപ്പിക്കുന്ന ഒരു പ്രോസസ് ആയിട്ടായിരിക്കും ഒരു പക്ഷെ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക. സത്യത്തിൽ അതല്ലാട്ടോ. അറിയുന്ന ആളുകളോട് അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങപ്പെടേണ്ട ഒരു രീതി മാത്രം പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കേട്ടോ. ഇത് നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ എഴുതുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു സിമ്പിൾ ഒരു എഴുതുന്നുണ്ടെന്നുള്ള എന്റെ ആൻസർ ഒന്ന് തരൂ. തമ്പ് പൊക്കാം, കാര്യങ്ങൾ പൊക്കാം. ഓക്കെ, കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആളുകളുടെ മനസ്സിൽ പലപ്പോഴും സെയിൽസ് എന്ന് കേട്ടാൽ തന്നെ മനസ്സിൽ വരുന്നത് യുറാക്ക ഫോബ്സിന്റെ വാക്യൂം ക്ലീനറും കൊണ്ട് വീട്ടിൽ വന്ന് മുട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ചപ്പലും ഇട്ട് കറുത്ത പാന്റും ചുമന്ന ഷർട്ടും പച്ച ടൈയൊക്കെ ഇട്ട് വന്ന് ഒരുപാട് വാഗ്ദാനം ഇത് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ തള്ളിക്കയറ്റാൻ ശ്രമിക്കുന്ന ഒരു പടമാണ് ആൾക്കാർക്ക് വരുന്നത്. അതല്ല, അറിയാത്ത ആരെയും നമ്മൾ പോയി കാണുന്നില്ല. അറിയുന്ന ആളുകളിലേക്ക് അങ്ങനെ നമ്മൾ പോകുന്നുള്ളൂ. അല്ലാതെ നമ്മളിവിടെ റോഡിനപ്പുറത്ത് നിൽക്കുന്ന ഒരാളോട് ഇടിച്ചു കയറി നമ്മളൊന്നും ചെയ്യുന്നില്ല ഇവിടെ. അപ്പൊ അറിയാത്ത ആളുകളോട് ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വില കൂടുതലുള്ളതിൽ തള്ളിക്കയറ്റുന്ന ഒരു സാഹചര്യമല്ല, മറിച്ച് അറിയുന്ന ആളുകളുടെ അടുത്ത് അവർക്ക് ആവശ്യവും അത്യാവശ്യവുമുള്ള ഉൽപ്പന്നങ്ങൾ, അതും അവർക്ക് അഫോർഡബിൾ ആയിട്ടും മാർക്കറ്റ് റേറ്റിനേക്കാൾ താഴ്ന്ന വിലയ്ക്കും കിട്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയലാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അപ്പൊ എക്സ്ക്യൂസുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീസൺസ് ആക്കി മാറ്റണേ. അതുപോലെ വേറെ എന്തെങ്കിലും പറഞ്ഞാലോ, നിങ്ങൾ തന്നെ വേണമെങ്കിൽ ഒരു മെസ്സേജ് തന്നാൽ നമുക്ക് അത് വേണമെങ്കിൽ ഇപ്പൊ കണക്ട് ചെയ്യാം. എന്തെങ്കിലും എക്സ്ക്യൂസുകൾ പറഞ്ഞാൽ, ഉദാഹരണത്തിന്, അയ്യോ എനിക്ക് സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ പോലെ, നിങ്ങളൊക്കെ ഭയങ്കര വാചകടി വീരന്മാരല്ലേ, എന്നെ കൊണ്ട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റില്ലപ്പാ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അയ്യോ സംസാരിക്കണ്ട, നിങ്ങളെ പോലെ ഉള്ളവർക്ക് പറ്റിയ സംഗതിയാണ്. കാരണം സംസാരമൊക്കെ എന്ത് ചെയ്തോളും, വീഡിയോസ് ചെയ്തോളും, നമ്മൾ വെറുതെ അയച്ചു കൊടുത്താൽ മതി. ആശയം പ്രചരിപ്പിക്കാൻ നമ്മുടെ തന്നെ തൊണ്ട ഇപ്പൊ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് പ്രോസ്പെക്ടിങ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ആരെന്ത് ചോദിച്ചാലും അതിന്റെ ആൻസറുകളൊക്കെ ഇപ്പൊ ഇഷ്ടംപോലെ വീഡിയോസിലുണ്ട്. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ഇപ്പൊ വീഡിയോ ഉണ്ട്, ടൂൾസ് ഉണ്ട്, ഡിജിറ്റൽ ടൂൾസ് ഉണ്ട്. അതൊന്നും പേടിക്കണ്ട. കൂടാതെ നിങ്ങള് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി തരാൻ നമുക്ക് വെള്ളിയാഴ്ചകളിൽ വിനോദ് സാർ വരുന്നുണ്ട്, ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ നേരിട്ട് വരുന്നുണ്ട്, ലൈവായിട്ട് വരും. ചോദിച്ചു കഴിഞ്ഞാൽ ആൻസറുകൾ കിട്ടും. ഞായറാഴ്ച അദ്ദേഹത്തിന്റെ പരിശീലന പരിപാടികളുണ്ട്. ഇത് കൂടാതെ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട്. MLM-നെ കുറിച്ചിട്ടുള്ളതാണെങ്കിൽ ഒരുമാതിരി എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുള്ള ഇന്ത്യൻ MLM ഗുരു ചാനലിൽ നമ്മൾ 150ഓളം വീഡിയോസ്, 151 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കൂടാതെ നമുക്ക് മോദി കെയർ സ്പെസിഫിക് ആയിട്ട് IKN 101-ലും നമുക്ക് ധാരാളം വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട്
ഇത് തന്നെ നമ്മുടെ കൂടെ വരുന്നവരോട് നമ്മൾ കാണിച്ചാൽ മതി, അതിനകത്ത് ഒരു പ്രശ്നമില്ല. ഇത് ഇഫ് യു ആർ ഓക്കെ വിത്ത് ദിസ് ഒന്ന് കാണിക്കൂ, ഒരു കൈ കാണിക്കൂ. ഇഷ്ടപ്പെട്ടോ? ഇത് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഗോയിങ് ഗുഡ്? എക്സൈറ്റഡ്? ഓക്കെ ഓക്കെ. അടുത്ത ഒരു പോയിന്റ് ആയിട്ട് എഴുതേണ്ടത്, നമ്മൾ എന്നുള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രസന്റേഷനിലൊക്കെ നമ്മൾ ഈ പറയുന്ന സമയത്തൊക്കെ നമ്മൾ, നിങ്ങൾ, 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 യു എന്നുള്ളതിനൊക്കെ ഉപരിയായിട്ട് വി എന്നുള്ളതിന് പറയാം. ഞാനും നിങ്ങൾ ഒരുമിച്ചല്ലേ, നമ്മുടെ ടീം ഒരുമിച്ചല്ലേ, വിനോദ് സാർ എന്ന് പറയുന്ന ഒരു കുടുംബം പോലെയല്ലേ, നമ്മൾ എല്ലാവരും ഒരുമിച്ചല്ലേ. അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്കത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സാറേ. ഈ ചോദ്യങ്ങൾക്ക് ഏത് ചോദ്യം സാർ പറഞ്ഞാലും അതിന്റെ ആൻസർ തരാവുന്ന ആൾക്കാർ നമ്മുടെ ടീമിലുണ്ട്. നമ്മുടെ അപ്ലയൻസ് എല്ലാവരും അതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് അവർക്കുണ്ട്. ചാടി കളിക്കുന്ന ആൾക്കാരല്ല. അവർ വളരെ സസ്റ്റൈനബിൾ ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് ഈ കമ്പനിയിൽ ഉണ്ടായിരുന്നു. അവർക്ക് ലീഡർഷിപ്പ് ഉണ്ട്. അവർക്ക് എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കി തരാൻ കഴിയുന്ന ആളുകളാണ്. അപ്പൊ നമ്മുടെ കുടുംബം, നമ്മുടെ കമ്മ്യൂണിയൻ, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന കൾച്ചർ, ട്രെയിനിങ് കൾച്ചർ, ഇത്തരത്തിലുള്ള നമ്മൾ എന്നുള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒബ്ജക്ഷൻസ് വരുമ്പോൾ മിക്കവാറും ഒബ്ജക്ഷൻസ് വരുന്ന അയാൾ ഒറ്റയ്ക്കാണല്ലോ, ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നുള്ള ഒരു പരിഭ്രമത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പൊ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരങ്ങളിലെല്ലാം നമുക്കത് വളരെ എളുപ്പമാണ് സാർ, നമുക്കത് വളരെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അത് വളരെ ഈസിയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സപ്പോർട്ട് വളരെ കൂടുതലാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. മറ്റുള്ള സ്ഥലത്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് സപ്പോർട്ടും ടൂൾസും ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവർ ഓൾറെഡി വന്നു നമ്മുടെ ഒപ്പം എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ കുറെ കഴിയുമ്പോ അവർ നമ്മുടെ ഭാഗമാവും. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ യൂസ് വി മോർ, ലെസ് യു. ഞാനും നീയും, ഇപ്പൊ രണ്ടുപേരാണെങ്കിൽ ഞാനും നീയും കൂടെ നിന്ന് രക്ഷപ്പെടുന്ന നിനക്ക് ഉറപ്പില്ലേ? നിനക്ക് എന്താ, ഞാൻ ഇല്ലടാ നിന്റെ കൂടെ, നമുക്ക് ഒരുമിച്ച് നിന്നാ പോരെ. ആ രീതിയിലുള്ള ഒരു സാധനം എപ്പോഴും വർക്ക് ചെയ്യണം. അതിനകത്ത് എപ്പോഴും വേണം. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എഴുതേണ്ടത്, യൂസ് ഒബ്ജക്ഷൻസ് ഓർ ക്വസ്റ്റ്യൻസ് ആസ് എ ഹുക്ക് ഫോർ ഇൻവൈറ്റിംഗ് ഫോർ ആൻ ഈവന്റ്. അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് അവരെ നയിക്കുന്ന ഒരു ഹുക്കായിട്ട്, ഒരു കുളത്തായിട്ട് അവരുടെ ഒബ്ജക്ഷനെ ഉപയോഗിക്കണം. അതായത് അവരുടെ ചോദ്യത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? നമ്മൾ ഇങ്ങനെ പറയാന്നിരിക്കട്ടെ, അവർ ചോദ്യം ചോദിക്കുകയാണ്, എടാ ഇത് ലീഗൽ ആണോടാ, ഇതൊക്കെ മര്യാദക്ക്, ഇതൊക്കെ ലീഗൽ ആയിട്ടുള്ള കാര്യമാണോ നീ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന, നീ സീരിയസ് ആണോ? ഈ ചോദ്യം നീ സീരിയസ് ആയിട്ടാണോ ചോദിക്കുന്നത്? അപ്പൊ അവൻ എന്ത് പറയും? നാച്ചുറലി. കാരണം നമ്മൾ അതൊന്ന് റീഫ്രൈസ് ചെയ്യാണ്. നീ ചോദ്യം ചോദിച്ച് വളരെ സീരിയസ് ആയിട്ടാണോ? ഞാൻ സീരിയസ് ആയിട്ടാ ചോദിച്ചേ. അങ്ങനെയാണെങ്കിൽ നിന്റെ ഈ ചോദ്യം മാത്രമല്ല, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാനായിട്ട് നീ ഒരു കാര്യം ചെയ്തോ. വെള്ളിയാഴ്ച നീ വൈകിട്ട് 7 മണിക്ക് ഒന്ന് സൂം മീറ്റിങ്ങിന് പോവാ. ഈ ചോദ്യത്തിന് ഉത്തരം മാത്രമല്ല, നിനക്ക് സകല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. നീ ഇത് മാത്രമല്ല, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കംപ്ലീറ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ലീഡേഴ്സ് അവിടെയുണ്ട്, പ്രൊഫഷണൽ ലീഡേഴ്സ് ഉണ്ട്. ഒന്ന് വാ, വെള്ളിയാഴ്ച വാ. അപ്പൊ അതൊരു കമ്മിറ്റ്മെന്റും കൂടിയായി. ആ ചോദ്യം അത് സീരിയസ് ആയിട്ട് ആൻസർ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒന്നാണെന്ന് പറയുമ്പോൾ അതിന്റെ കമ്മിറ്റ്മെന്റ് അവിടെയുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നത്, ഒബ്ജക്ഷൻസ് എല്ലാം അത് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക. ഒന്നെന്താണ് ഇങ്ങനെ, അപ്പൊ വേറൊരു ചോദിക്കും, പൈസ വല്ലതും കിട്ടണ്ടോടാവേ? ഇതൊക്കെ പറയല് മാത്രമല്ലേ ഉള്ളൂ, ഇതിനകത്ത് വല്ല തെളിവും വല്ലതും ഉണ്ടോടാ? അപ്പൊ നമ്മൾ ചോദിക്കാം, നീ സീരിയസ് ആയിട്ട് ഇത് അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണോ? കേട്ടിടത്തോളം കൊണ്ട് നിനക്ക് നല്ലതെന്ന് തോന്നി, പക്ഷെ ഇത് വർക്ക് ആവണ്ടോന്നാണ് നിന്റെ സംശയം, ശരിയല്ലേ? നീ സീരിയസ് ആയിട്ട് ചോദിച്ചതാണോ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാണ്. നീ എന്തേ പറയുന്നത്? സീരിയസ് ആയിട്ടാണ് ചോദിച്ചെങ്കിൽ എനിക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്യാം. എന്താ പറയേ? നിന്റെ എല്ലാ സംശയങ്ങളും നീ ഒന്ന് എഴുതി വെക്ക്. എന്നിട്ട് വെള്ളിയാഴ്ച ആ പ്രോഗ്രാമിന് ഒന്ന് വാ. 1 മണിക്കൂർ എൻ്റെ ഒപ്പം ഒന്നിരിക്കും. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ കഴിവുള്ള ഒരുപാട് ലീഡേഴ്സ് അവിടെ ഉണ്ടെന്ന് മാത്രമല്ല, നിനക്ക് കൂടുതൽ ആത്മവിശ്വാസവും നിനക്ക് കൂടുതൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെയും കൂടി ഉത്തരം അവിടെ നിന്ന് കിട്ടും. അപ്പൊ ഒരു ചെറിയ കാര്യം എനിക്ക് വേണ്ടി ചെയ്യാമോ എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഹുക്ക്. അപ്പൊ നീ ഇത് സീരിയസ് ആയിട്ട് ചോദിച്ചതാണോ എന്ന് ആദ്യം ചോദിക്കുന്നു. അത് കഴിഞ്ഞ് നീ എനിക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്യാമോ? കാൻ യു ഡു എ സ്മോൾ ഫേവർ ഫോർ മീ എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ ആയല്ലോ? ഇസ് ഇറ്റ് ഓക്കെ? നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അടുത്തത്, നിങ്ങൾ എല്ലാ ഒബ്ജക്ഷൻസും അയാൾ തുടങ്ങുമ്പോൾ തന്നെ കയ്യിലൊരു ബുക്ക് ഉണ്ടാവണം. എന്തായാലും നിങ്ങളുടെ കയ്യിൽ ബുക്കും ഡയറിയും ഒക്കെ ഉണ്ടാവും. ഡയറി ഇല്ലെങ്കിൽ നെറ്റ്വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ കാര്യങ്ങളെ എഴുതി വെക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും ടൈം മാനേജ്മെന്റ് ശരിയാവില്ല. നെറ്റ്വർക്ക് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഡയറിയിൽ നിങ്ങൾ അയാൾ തുടങ്ങുമ്പോഴേക്കും ഒബ്ജക്ഷൻ ആണെങ്കിൽ ഉടനെ തന്നെ കടലാസ് മറ്റേ നോട്ട്ബുക്കും പേൻ എടുത്തിട്ട് പറഞ്ഞോളൂ സാറേ, സാറിന്റെ ഒബ്ജക്ഷൻ.
അങ്ങനെ എഴുതാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും പല ഒബ്ജക്ഷനും ഇല്ലാണ്ടാവും. കാരണം നമ്മളത് നോട്ട് ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ പലപ്പോഴും ഇമ്പോർട്ടൻസ് കുറഞ്ഞ ഒബ്ജക്ഷൻസ് ഒക്കെ അയാൾ വേണ്ടാന്ന് വെക്കും. ഒബ്ജക്ഷൻസിന്റെ നമ്പേഴ്സ് കുറയും. അപ്പൊ അത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ്, അപ്പൊ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ എഴുതി വെച്ചതിന് ശേഷം സാറേ ഇതിന്റെ ഒക്കെ ആൻസർ കൃത്യമായിട്ട് സാറിന്റെ സാറ്റിസ്ഫാക്ഷന് കിട്ടുകയാണെങ്കിൽ, സാറിന് ബോധ്യപ്പെട്ടാൽ സാറിനൊരു തീരുമാനം എടുക്കാലോ അല്ലെ എന്ന് ചിരിച്ചോണ്ട് ചോദിക്കാം. സാറേ ഇത്രയും ചോദ്യങ്ങൾ സാർ ചോദിച്ചു, ഞാനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതിന്റെയൊക്കെ ഉത്തരങ്ങൾ സാറിന് ബോധ്യപ്പെട്ടാൽ സാറിനൊരു തീരുമാനം എടുക്കാലോ അല്ലെ എന്ന് ചോദിക്കാം. കമ്മിറ്റ്മെന്റ് ആയി ആണോ അല്ലയോ? നമ്മൾ പെയിൻ എടുത്ത് എഴുതാണ്, നോട്ട് എഴുതാണ്. അപ്പൊ തീർച്ചയായിട്ടും ചോദിക്കാം, സാറിന് ഇതിന്റെയൊക്കെ ഉത്തരങ്ങൾ കിട്ടി ബോധ്യപ്പെടുകയാണെങ്കിൽ സാറിന് ഒരു തീരുമാനം എടുക്കാൻ കഴിയുമായിരിക്കും അല്ലെ എന്ന് ചോദിച്ചാൽ മതി. അടുത്തൊരു പോയിന്റ്, ഡെവലപ്പ് ദ ആർട്ട് ഓഫ് അണർത്തിങ് ദ റിയൽ ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ആർട്ട് ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾ എന്ത്? അണർത്തിങ് ദ റിയൽ ഒബ്ജക്ഷൻ, ശരിയായിട്ടുള്ള ഒബ്ജക്ഷൻ എന്താണെന്ന് കുഴിച്ചെടുക്കാനുള്ള ഒരു സാമർഥ്യം നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളുടെ പ്രസന്റേഷനിൽ അവരെന്തെങ്കിലും ഒബ്ജക്ഷൻ കൊണ്ടുവന്നാൽ പോലും അത് ഉപരിപ്ലവമായിട്ട് തൽക്കാലം രക്ഷപ്പെടാനുള്ള ഒരു സാധനമാണോ എന്ന്. കാരണം ചിലർ ലീഗൽ ചോദിക്കും, താല്പര്യം ഉണ്ടാവില്ല പലർക്കും. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഒബ്ജക്ഷൻസ് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ പുറകിൽ ആ താല്പര്യമില്ലായ്മയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. ശരിയായ ഒബ്ജക്ഷൻ ചിലപ്പോൾ അയാളുടെ ഭയമായിരിക്കാം, അയാളുടെ സംശയമായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ വ്യക്തതയില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ആത്മവിശ്വാസക്കുറവായിരിക്കാം. ഇതൊന്നും ആൾക്കാർ പറയോ നിങ്ങളോട്? ഞാൻ ചെറുപ്പം മുതലേ ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളാണെന്നൊന്നും കാര്യം പറയോ? പറയില്ല. അതിന് പകരം അയാൾ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കാൻ നോക്കുക ചെയ്യുക. അപ്പൊ ആത്മവിശ്വാസക്കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിനനുസരിച്ചും കൂടിയുള്ള മറുപടികൾ നിങ്ങൾ കരുതണം. എന്താണത്? ഒരാൾക്ക് ആത്മവിശ്വാസം ഇല്ല, ചെയ്യൂല്ലോ എന്ന്. നമ്മൾ എന്ത് പറയണം? ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ ഇവിടുന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അയാൾ മുഖത്ത് പറയാൻ പോണത് വില കൂടുതലാണെന്നാണ് ആൾക്കാർ പറയണേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ പറയും. പക്ഷെ ആക്ച്വലി ഇയാളുടെ റിയൽ പ്രോബ്ലം ആത്മവിശ്വാസക്കുറവായിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ അയാളെ ശ്രദ്ധിക്കണം, അയാളുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കണം, അയാൾ എന്താ പറയാൻ വരുന്നത് ശ്രദ്ധിക്കണം, ചോദ്യങ്ങൾ ചോദിക്കണം. ഈ റിയൽ ആയിട്ടുള്ള സാധനം പുറത്തേക്ക് വരണം. സാർ ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ആരും സക്സസ് ആവണ ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? അയാൾ സക്സസ് ആവുമെന്ന് അയാൾക്ക് ഉറപ്പില്ല. പക്ഷെ അയാൾ പറയണ എന്താ? ആരും വലിയ സക്സസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് പേര് ഇതൊക്കെ ആയിട്ട് നടക്കണുണ്ട്, പക്ഷെ വലിയ മാറ്റമൊന്നും ആൾക്കാരിൽ ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ ചോദിക്കേണ്ടത്, സാർ അത് പറയാൻ പ്രത്യേകിച്ച് വല്ല കാരണങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിൽ നിന്നും ശരിയായിട്ടുള്ള സാധനം കൊണ്ടുവരണം. ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ അത് പറയാനായിട്ട് കാരണം എന്തായിരുന്നു? അത് MLM കൊണ്ടാണോ, അതോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണോ ഇതിനു മുമ്പ് സക്സസ് ആവാതിരുന്നത്? അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ അവര് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ പ്രശ്നം കൊണ്ടാണോ, അതോ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണോ അവർ സക്സസ് ആവാതിരുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അയാളുമായിട്ട് വളരെ കൂളായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടും. ഈ രീതിയിലാണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ. ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായോ? അതായത് നമ്മൾ തോന്നുകയാണ് അയാൾക്ക് റിയൽ ഒബ്ജക്ഷൻ വേറെയാണെന്ന് തോന്നിയാൽ അത് അൺഎർത്ത് ചെയ്യാൻ പാകത്തിനുള്ള ചോദ്യങ്ങൾ ചോദിച്ചു പഠിക്കുക. ക്വസ്റ്റ്യനിങ് ആണ് ഇതിന്റെ റിയൽ ആയിട്ടുള്ള ആർട്ട്. ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്ങിന് നമ്മൾ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റുകളല്ല, അതിന് തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അദ്ദേഹത്തിന് തന്നെ മനസ്സിലാകുന്ന ഭാഷയിലേക്ക് കാര്യങ്ങൾ വരികയും നിങ്ങൾ വെയിറ്റ് ചെയ്യുകയും ചെയ്യലാണ്. വെയിറ്റിംഗ് വൺ ഓഫ് ദ ബെസ്റ്റ് സാധനമാണ്. അദ്ദേഹം ചിന്തിക്കട്ടെ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആവില്ല, കാരണം നമ്മൾ വളവളവളവളാന്ന് വർത്താനം പറയുന്ന ആളായതുകൊണ്ട് നമുക്ക് കംഫർട്ടബിൾ ആവില്ല സൈലൻസ്. പക്ഷെ അദ്ദേഹം ചിന്തിക്കാൻ എടുക്കുന്ന സമയമാണത്. സോ ലെറ്റ് ഹിം തിങ്ക്. നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക, അദ്ദേഹം വരും, പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങളുടെ ക്ലൂ കിട്ടും. പലപ്പോഴും നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല ഇദ്ദേഹം എവിടെയാ നിൽക്കുന്നത്, എന്താ ചിന്തിക്കുന്നത്, ഏത് പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന്. ചോദ്യങ്ങൾ മാത്രമാണ് ഉത്തരങ്ങളായി മാറുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇപ്പൊ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയകൾ കിട്ടും. ഒരുപാട് വാക്കുകൾ എന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ തന്നെയാണ് നിങ്ങൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ സ്ട്രൈക്ക് റേറ്റ് കൂടുതലുള്ള ഒരാളാണ്. എനിക്ക് സ്ട്രൈക്ക് റേറ്റ് സമ്മാനിച്ചത് മുഴുവൻ ഇത്തരത്തിലുള്ള രീതികളും ഇത്തരത്തിലുള്ള വാക്കുകളുമാണ്. ഇതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ക്രീൻ ഷെയറിംഗ് നിർത്തണം കേട്ടോ. ഒരാൾ അറിയാതെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദയവീത് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ആളുകൾക്ക് അത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. ദയവീത് ചെയ്യാതിരിക്കുക. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അഡ്വാൻസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ നിങ്ങൾക്ക് ആത്മവിശ്വാസം തരും.
കാരണം ഈ മേഖലയിലെ 99% ക്വസ്റ്റ്യൻസും കോമൺ ആണ്. നിങ്ങൾ ജീവിതത്തിൽ ആലോചിച്ച് നോക്കുക, പഠനകാലത്ത് പാസ്സാവാൻ വേണ്ടി പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞ ശരിയാണോ അല്ലയോ? ഓർമ്മയുണ്ടോ? പഠനകാലത്ത് നിങ്ങളുടെ സ്കൂൾ കോളേജ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാം പാസ്സാവണമെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ നോക്കും, ഒരു പാറ്റേൺ കിട്ടും. ആ പാറ്റേൺ അനുസരിച്ച് പഠിച്ചാൽ വിജയം ഉറപ്പാണ്. അത് കഴിഞ്ഞ് PSC ജോലിക്ക് ട്രൈ ചെയ്യുമ്പോഴും നമ്മൾ ഓരോ ജോലിയുടെയും അതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വാങ്ങി അത് വർക്ക്ഔട്ട് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പാറ്റേൺ കിട്ടും. നമുക്കത് വരുന്ന കാലങ്ങളിൽ വളരെ ഉപകാരപ്പെടും. അങ്ങനെ നമ്മൾ 90% വരുന്ന അല്ലെങ്കിൽ 99% വരുന്ന കിട്ടാത്ത ആളുകളിൽ നിന്ന് 1% വരുന്ന ആളുകളിലേക്ക് മാറും. നമ്മുടെ പ്രിപ്പറേഷൻ ആണ്. ജോബ് ഇന്റർവ്യൂസ്, ജോലി ഇന്റർവ്യൂവിന് ഞാൻ പോകുമ്പോൾ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന സ്ഥിരമായ ക്വസ്റ്റ്യനുകളുടെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടുന്നു. ആ പാറ്റേൺ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ജോബ് ഇന്റർവ്യൂവിന് പോകുന്നു. ജോലി കഴിഞ്ഞാൽ അത് പ്രൊമോഷണൽ ഇന്റർവ്യൂസിനാണെങ്കിൽ നമ്മളൊരു പാറ്റേൺ പഠിക്കുന്നു, കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, പോകുന്നു. നമുക്കത് വളരെ ഫലപ്രദമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 99% ക്വസ്റ്റ്യൻസും ഇവിടെ കോമൺ ആണ്. നമ്മളൊരു 10, 15, 20 പേരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും, മനസ്സിലാക്കാം. ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കണം. അത് കഴിഞ്ഞ് അത് എന്തായിരുന്നു ഒബ്ജക്ഷൻ എന്ന് ആലോചിക്കണം. നിങ്ങൾ എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കണം. അതിനേക്കാൾ ഫലപ്രദമായ രീതിയിൽ സംസാരിക്കാൻ പറ്റുമായിരുന്നു എന്നും ചിന്തിക്കണം. ഡയറിയിൽ നോട്ട് ചെയ്യണം. അങ്ങനെ പോകുമ്പോ കുറെ ആണ്ട് കഴിയുമ്പോ ഉണ്ടല്ലോ, ഏത് ഒബ്ജക്ഷൻ വന്നാലും വാടാ മോനെ നീ ചോദിക്കടാ, നീ എന്താ ചോദിക്കാണ്ടിരിക്കണേ, നീ എന്താ ഇന്ന് ഒരു 50 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നീ എന്താ ഒന്നും ചോദിക്കാത്തെന്നുള്ള മാനസികാവസ്ഥയിലായിരിക്കും നമ്മൾ ഇരിക്കണേ. നമ്മള് അൺസ്റ്റോപ്പബിൾ ആയി മാറും, അൺബീറ്റബിൾ ആയി മാറും. നമ്മൾ സൂപ്പർ 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 കോൺഫിഡന്റും സൂപ്പർ 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 എക്സൈറ്റഡ് ആയിട്ട് മാറും. ഓരോ തവണ കഴിയുമ്പോഴും നമ്മുടെ മുഖത്തെ കോൺഫിഡൻസ് അവർക്ക് ഫീൽ ചെയ്യും. ചോദിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, ഹീസ് വെൽ വേഴ്സ്ഡ്, ഹീസ് വെരി 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 കോൺഫിഡന്റ് അബൌട്ട് വാട്ട് ഹീസ് ഡൂയിങ് എന്ന് മനസ്സിലാവും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കൂ. പ്രിപ്പറേഷൻ ആണ് എല്ലാം. പ്രിപ്പറേഷൻ ഈസ് എവരിത്തിങ്. ഈ ഒരു സെഷൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. കാരണം 99.9% ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്യാണ് ഈ ഒരൊറ്റ സെഷനിൽ തന്നെ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോ മുറിക്കാതിരിക്കുക. ഒരു കാരണവശാലും ആ ഫ്ലോ, അവർ ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ ഉത്തരം പറയുന്നു, നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ചിരിച്ച് സ്മൈൽ ചെയ്ത് അവരെ റാപ്പോ ബിൽഡ് ചെയ്യുന്നു. റിലേഷൻഷിപ്പ് പോകരുത്. പോസിറ്റീവിൽ നിൽക്കണം. നെഗറ്റീവിലേക്ക് പോണ കണ്ടാൽ ഉടൻ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാം, ഒരു ഗ്ലാസ്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിൽ ചോദിക്കാം, ഒന്ന് മുഖം കഴുകണമായിരുന്നു എന്ന് പറയാം. അത് മാറ്റിയിട്ട് വളരെ പോസിറ്റീവിലേക്ക് മാറ്റാവുന്ന രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യണം. ആ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കുടിക്കുന്ന ആളെ അവർക്ക് ഒരിക്കലും വെറുക്കാൻ കഴിയില്ല. നമ്മൾ ചായ മേടിച്ചു കൊടുക്കാന്നുള്ളതല്ല, ചായ അവിടെ നിന്ന് മേടിച്ച് കുടിക്കുമ്പോഴാണ് റിലേഷൻഷിപ്പ് ഉണ്ടാവണേ. അത് മനസ്സിലാക്കുക. അപ്പൊ ആ ഫ്ലോ വേണം. ജയിച്ചാലും തോറ്റാലും എഗ്രിമെന്റിൽ വീണാൽ നിങ്ങൾ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. ഒരു തരത്തിലും ആർഗ്യുമെന്റിൽ വീണാൽ കഴിഞ്ഞു. അപ്പൊ എപ്പോഴും നമ്മൾ ആർഗ്യുമെന്റിൽ നിന്നും എഗ്രിമെന്റിലേക്കുള്ള ഒരു യാത്രയാണ് എപ്പോഴും വേണ്ടത്. അപ്പൊ ഒരു എഗ്രിമെന്റ് എപ്പോഴും ആരുമായിട്ടേ വരുള്ളൂ? ഇഷ്ടം തോന്നണം, ട്രസ്റ്റ് തോന്നണം. നമ്മുടെ പ്രസന്റേഷൻ മുഴുവൻ നമ്മുടെ ഇഷ്ടത്തിനും ട്രസ്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം പോകാൻ. നമ്മളെ ഇഷ്ടപ്പെടുത്താൻ കഴിയണം, നമുക്ക് ട്രസ്റ്റ് ജനിപ്പിക്കാൻ കഴിയണം. ഇയാൾ ജെനുവിൻ ആണെന്നുള്ളൊരു ഫീലിംഗ് അവിടെ ഉണ്ടാക്കാൻ കഴിയണം. ഇതെപ്പോഴും മനസ്സിലാക്കണം. അപ്പൊ എഴുതി വെക്കുക, ഗോ വിത്ത് ദ ഫ്ലോ, ഗോ വിത്ത് ദ ഫ്ലോ. ആ ഒഴുക്ക് കളയാതിരിക്കുക, ഒഴുക്കിനൊപ്പം നീങ്ങുക. ഒഴുക്കിനെതിരെ നീന്തി പ്രശ്നം ഉണ്ടാക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തിട്ട് ആർഗ്യുമെന്റിലേക്ക് വരരുത്. ടോപ്പിക്കിൽ നിന്ന് പുറത്തേക്ക് പോയാലും പതുക്കെ ടോപ്പിക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റണം. അത് നിങ്ങളായിരിക്കണം ലീഡ് ചെയ്യേണ്ടത്, നിങ്ങളായിരിക്കണം സംസാരിക്കേണ്ടത്, നിങ്ങളായിരിക്കണം അതിനെ ആ ഇന്റർവ്യൂ മുഴുവൻ നിങ്ങളുടെ കയ്യിലായിരിക്കണം. അതെപ്പോഴും ശ്രദ്ധിക്കുക. കൈവിട്ട് പോണ കളി കളിക്കരുത്. അങ്ങനെ കൈവിട്ട് പോയാലും ഉടനെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാം. മുഖം കഴുകണമായിരുന്നു, ഒരു കപ്പ് വെള്ളം തരുമോ, ഒരു ഗ്ലാസ് വെള്ളം തരുമോ കുടിക്കാൻ, ഇങ്ങനെയുള്ള ടോയ്ലറ്റ് എവിടെയാണ്, നിങ്ങൾ അവിടെ നിന്ന് മാറണം, ഒന്ന് മൂവ് ചെയ്യണം. തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, സിറ്റുവേഷൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. കൈവിട്ട് പോയി തുടങ്ങിയാൽ ഉടൻ തന്നെ അലാംഡ് ആവുക, കാര്യങ്ങൾ ചിന്തിക്കുക. കാരണം ഒരു ആർഗ്യുമെന്റിലേക്ക് വീണിട്ട് നിങ്ങൾ ജയിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതുപോലെ അടുത്തൊരു ടെക്നിക്, നെക്സ്റ്റ് ടെക്നിക് വാട്ട് ഇഫ് എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ ടെക്നിക്കാണത്. വാട്ട് ഇഫ് ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ അഗർ തോ, अगर मैं आपको सिखाया तो, और अगर मैं आपको दिखाया तो, अगर मैं आपको समझाया तो എന്നുള്ള, ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നാൽ മതിയാവോ? അല്ലെങ്കിൽ നമ്മൾ വാട്ട് ഇഫ് ഐ ഷോ യു ദാറ്റ് ദിസ് ഈസ് നോട്ട് കോസ്റ്റ്ലി. അയ്യോ പ്രൊഡക്റ്റ് ഒക്കെ വളരെ കോസ്റ്റ്ലി ആണല്ലോ സാറേ, ഞാൻ ഈ പ്രൊഡക്റ്റ് കോസ്റ്റ്ലി അല്ല എന്ന് സാറിനെ ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ സാറിന് മനസ്സിലാവുമോ? സാർ ഇതെല്ലാവർക്കും നഷ്ടം വരുന്ന ഒരു കാര്യമാണ് സാർ. ഇതിനകത്ത് ആർക്കും നഷ്ടം വരണില്ല എന്ന് സാറിനെ ഞാനൊന്ന് ബോധ്യപ്പെടുത്തിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ സാർ സമ്മതിക്കുമോ?
ഇത് ഒരുപാട് റിലേഷൻഷിപ്പ് കളയണ പരിപാടിയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. സാറേ, ഞാൻ ഇപ്പൊ വന്നിരിക്കുന്ന അവസരം വഴി ഒരാളുടെ ബന്ധുവിന്റെ സുഹൃത്തിന്റെയോ മുഖത്ത് നോക്കാൻ പറ്റാത്ത ഒരു അവസരം ഉണ്ടെന്ന് ഞാൻ ഇതിനകത്തൊന്ന് കാണിച്ചു തന്നാൽ സാറിന് അപ്പൊ വിശ്വാസമാകുമോ? വളരെ രീതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടു തരത്തിൽ സംസാരിക്കാം. ഇത് അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ തനിക്ക് മനസ്സിലാവുമോ എന്ന് ചോദിക്കണതും അതേ സാധനം തന്നെ. സാറേ, ഇത് ഞാനൊന്ന് കാണിച്ചു തന്നാൽ ഇത് അങ്ങനെ ഒരു അപകടം, ഒരാൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഒരക്ഷരം മിണ്ടില്ല. സാറ് പറയുന്നത് കേട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുക. ഞാൻ പിന്നെ ഫർദർ ആയിട്ട് ഒന്നും പറയണില്ല. സാർ തൊടണ്ട. ഞാൻ ഈ പറയുന്ന അവസരം സാറ് തൊടണ്ട, കാണണ്ട, കേൾക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഞാൻ ഇത് ഒരാൾക്ക് പോലും അങ്ങനെ ഒരു വിഷമം ഉണ്ടാവില്ല എന്ന് സാറിനെ ഒന്ന് പ്രൂവ് ചെയ്താൽ സാർ ഒന്ന് കേൾക്കാൻ തയ്യാറാവോ? കേൾക്കാൻ തയ്യാറാവോ? സാർ വേറെ ഒന്നും ചെയ്യണ്ട. സാറ് സാധനം വാങ്ങരുത്, സാറ് ചേരരുത്. സാറ് വാങ്ങുകയോ ചേരുകയോ ചെയ്താൽ ഞാൻ അന്തം വിട്ടുപോകും. എനിക്ക് അത്ഭുതം തോന്നും, സത്യം പറയാം സാറിനോട്. ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് സാറ് ചേരുവോ സാധനം വാങ്ങുകയോ ചെയ്താൽ ഞാൻ അന്തം വിട്ടുപോകും. പക്ഷെ ഞാൻ ആകെ സാറിനോട് ചോദിക്കണത്, ഒരാൾക്ക് പോലും ഒരു അപകടവും അല്ലെങ്കിൽ ഒരു വേദന വരാത്ത ഒന്നാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സാർ ഒന്ന് കേൾക്കാൻ തയ്യാറാണോ? എന്നിട്ട് മാത്രം ഞാൻ പറയണത് കേട്ടാൽ മതി സാർ. ക്ലിയർ ആയോ? വാട്ട് ഇഫ് അതൊരു മെത്തേഡാണ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒരു തമ്പ് കാണിക്കും. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് എല്ലാവരും മ്യൂട്ട് ആയതുകൊണ്ട് അറിഞ്ഞുകൂടാ. ഓക്കെ, ഫൈൻ. അപ്പൊ പലതും ചോദിക്കാം. ഇപ്പൊ സാറേ, എനിക്ക് ലിസ്റ്റ് ഒന്നും ഇല്ലടോ, എനിക്ക് എങ്ങനെയാണോ ലിസ്റ്റ് ഉണ്ടാവണേ? ഞാൻ ഇവിടെ വന്നിട്ട്, ഞാൻ ഇവിടെ പുതിയതാ, ഇവിടെ ഒന്നും ആരുമില്ല, എന്റെ വീട്ടുകാരൊക്കെ അവിടെയാ, ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ പുറത്തായിരുന്നു, ഞാൻ ഇപ്പൊ ദേ വന്നോളൂ, എനിക്ക് ആരെയും പരിചയമില്ല. സാറേ, സാറ് ലിസ്റ്റിന്റെ കാര്യത്തിനെ കുറിച്ച് വിഷമിക്കുകയാണെങ്കിൽ സാറ് വിഷമിക്കണ്ട. ലിസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു തരാണെങ്കിൽ സാറ് ഓക്കെ ആണോ? ലിസ്റ്റിന്റെ കാര്യത്തിലാണ് സാറിന്റെ പ്രശ്നമെങ്കിൽ ഞാൻ തരാം സാറ് ലിസ്റ്റ്. ഒരു കാരണവശാലും തീരാത്ത ലിസ്റ്റ് സാറിന് ഞാൻ ഉണ്ടാക്കി തരാം. സാറ് കേൾക്കാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ സാർ ഇത് കേൾക്കാൻ തയ്യാറാണോ? ലിസ്റ്റ് മാത്രമാണോ പ്രശ്നം? വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ സാറേ? ഉണ്ടെങ്കിൽ പറ. അല്ലെങ്കിൽ ചേട്ടാ, അങ്കിൾ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അതാണ് വാട്ട് ഇഫ് എന്ന് പറയുന്ന സാധനം. ഇത് ഗുണകരമാകുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? ആർ യു ഫീലിംഗ് ഗുഡ്? ഫൈൻ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡാഡി ഓഫ് ഓൾ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ആണ്. ഡാഡി ഓഫ് ഓൾ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ്. ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗിന്റെ പിതാമഹൻ എന്ന് പറയുന്ന ടെക്നിക്കാണ് പറയാൻ പോകുന്നത്. ഇത് പലപ്പോഴും സെയിൽസിൽ ഉപയോഗിക്കുന്നതാണ്. വ്യാപകമായിട്ട് കാലങ്ങളോളം, ഏതാണ്ട് ഒരു 60-70 കൊല്ലങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു ചെറിയ വേരിയേഷൻസോട് കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഫോർമുല ഫീൽ, ഫെൽറ്റ്, ഫൗണ്ട് എന്ന് പറയും. ഫീൽ, FEEL, FELT, ഫെൽറ്റ്, ഫൗണ്ട് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഫീൽ, ഫെൽറ്റ്, ഫൗണ്ട്. ഇതൊരു ടെക്നിക്കല്ല. ഇത് ടെക്നിക്കായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ആളുകളോട് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യാലിറ്റി അതിനകത്ത് വരും. സെയിൽസ്മാൻഷിപ്പിലൊക്കെ അത് വളരെയധികം ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് അത് വളരെ വികൃതമാക്കിയ ഒരു സാധനമാണ്. ഇതിനെ നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇതിനെ ഒരു ഫിലോസഫി ആയിട്ട് വേണം കാണാൻ. ഇതൊരു ഫിലോസഫിയാണ്. എന്താണെന്നറിയോ കാര്യം? മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഫിലോസഫിയാണ് ഈ ഫീൽ, ഫെൽറ്റ്, ഫൗണ്ട്. ഇവിടെ അഭിനയിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ജെനുവിൻ ആവണം. ഞാനതാണ് തുടങ്ങുമ്പോ തന്നെ പറഞ്ഞത്. ഒരാൾ പറയാണ്, ഹോഫ് ഇതൊന്നും നടക്കൂലവേ, ഇതൊക്കെ ഞാൻ ഒരുപാട് കണ്ടതാ, ഇതൊക്കെ കുറച്ച് ആളുകൾക്ക് മാത്രം പൈസ കിട്ടുന്ന പരിപാടിയാണ്, മോളിൽ ഇരിക്കുന്ന കുറച്ച് ആളുകൾക്ക് കിട്ടും, കമ്പനിക്ക് കുറച്ച് ആൾക്കാർക്ക് കിട്ടും, അവസാനം വരുമ്പോ ഒന്നും കിട്ടൂല. കേട്ടിട്ടുണ്ടോ ഇല്ലയോ? അപ്പോ ഇത് ആ മനുഷ്യന് അപ്പൊ തോന്നുന്ന ഒരു ജെനുവിൻ ആയിട്ട് അയാളുടെ അനുഭവം അതാണ്. അപ്പൊ നമ്മൾ അത് തുടങ്ങുന്ന രീതിയാണത്. സാറേ എനിക്ക് മനസ്സിലായി. ഐ നോ ഹൗ യു ഫീൽ. സാറേ എനിക്കത് മനസ്സിലായി. സാറിന്റെ എനിക്ക് വികാരം മനസ്സിലാക്കാൻ കഴിയും. സത്യത്തിൽ സാറേ എനിക്കും പണ്ട് അങ്ങനെ തോന്നിയിരുന്നത്. എനിക്ക് മാത്രമല്ല, എന്റെ കൂടെ ഇപ്പൊ അസോസിയേറ്റ് ചെയ്ത പലർക്കും പണ്ട് ഇങ്ങനെ തോന്നിയിരുന്നത്. കുറച്ച് ആളുകൾക്ക് മാത്രം കിട്ടുന്നു, എവിടെയെങ്കിലുമൊക്കെ കണ്ണി മുറിഞ്ഞാൽ അതും പോവും, ഒന്നും കിട്ടില്ല. ശരിയല്ലേ സാറേ? നമ്മൾ അയാളുടെ കൂടെ നിൽക്കാണ്. നമ്മൾ അയാളുടെ ജെന്യുവൻ ആയിട്ടുള്ള അയാളുടെ സാധനം നമ്മൾ എംപതൈസ് ചെയ്യാണ്. എംപതി എന്ന് പറയും. എംപതി എന്ന് പറഞ്ഞാൽ ടു പുട്ട് യുവർ സെൽഫ് ഇൻ അതർ പേഴ്സൺ ഷൂ എന്നാണ്. മറ്റൊരാളുടെ
ചെരുപ്പിലേക്ക് നമ്മൾ സ്വയം മാറ്റുക, എന്നിട്ട് അയാൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് എംപതി എന്ന് ഉദ്ദേശിക്കുന്നത്. തന്മയി ഭാവം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അപ്പൊ ആ ഒരു തന്മയി ഭാവം അല്ലെങ്കിൽ എംപതി, ടു പുട്ട് ourselves in other person's shoe, നമ്മൾ എംപതൈസ് ചെയ്യണം. ശരിയാ സാറേ, അത് വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യണം. ആ സാർ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായി, ശരിക്കും മനസ്സിലായി. എനിക്ക് മനസ്സിലായി സാറിന് എന്താ അത് പറയാൻ കാരണം ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നു. എന്റെ കൂടെ വന്ന പലരും അങ്ങനെ വിചാരിച്ചവരാണ് സാർ ആദ്യം തുടങ്ങുമ്പോൾ. പിന്നീട് ഞാനിത് പഠിക്കാൻ തയ്യാറായി, ഞാൻ കുറെ മീറ്റിങ്ങുകൾക്ക് പോയി, ഞാൻ ഇവിടെ ഏൺ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ തയ്യാറായി, ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്തു, കുറെ പുസ്തകങ്ങൾ വായിച്ചു, ഞാൻ തന്നെ കുറെ റിസർച്ച് നടത്തിയതിന് ശേഷമാണ് എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യമായത്. ചില കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചത് തെറ്റാണെന്ന് എനിക്കന്ന് ബോധ്യമായി. സാറിന് തെറ്റിയിട്ടില്ല, നമ്മൾ സാറുമായിട്ടൊരു പ്രശ്നത്തിലല്ല. എനിക്ക് തെറ്റാണെന്ന് എനിക്ക് അന്ന് ബോധ്യമായി. കാരണം അങ്ങനെയാണെങ്കിൽ അതൊരു പിരമിഡാണ്, ഇത് പിരമിഡ് അല്ല. ഇവിടെ ആർക്ക് വേണമെങ്കിലും വരാം, ഇവിടെ ആർക്ക് വേണമെങ്കിലും ഇത്ര വോളിയം ക്രിയേറ്റ് ചെയ്യുന്ന ഓരോരുത്തരും വിജയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കോമ്പറ്റീഷനിലല്ല, വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം നിൽക്കാവുന്ന ഒരു പിരമിഡ് അല്ല ഈ സ്ട്രക്ചർ എന്ന് മനസ്സിലായപ്പോ എന്റെ രീതികൾ മാറി, ഞാൻ കടന്നു വന്നു. എന്റെ അനുഭവം കൊണ്ട് അത് എനിക്ക് മനസ്സിലായി സാർ. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. സാറിന് എന്ത് തോന്നുന്നു? ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, എന്തുകൊണ്ടാണ് അത് അങ്ങനെയല്ല എന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ ഹി വിൽ ബി ഫോർ യു. കേൾക്കട്ടെ എന്ന് പറയും. കേൾക്കട്ടെ, കൂടുതലായിട്ട് പറയാൻ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഞാൻ അതൊന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ, നമ്മുടെ സ്ട്രക്ചർ ഒന്ന് വരച്ച് കാണിച്ചു തരട്ടെ സാറിന്. ഈ പ്രസന്റേഷന് ശേഷം ഞാൻ നമ്മുടെ സിസ്റ്റം ഒന്ന് പറഞ്ഞു തരാം സാറിന്. അപ്പൊ സാറിന് ഒരുപക്ഷെ ഈ പറയുന്ന സംശയങ്ങൾക്ക് ദൂരീകരണമാവും. ഞാൻ മുമ്പോട്ട് പൊക്കോട്ടെ എന്ന് ചോദിക്കാം. പെർമിഷൻ ചോദിച്ചിട്ട് മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ വെച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ എനിക്ക് മനസ്സിലായി സാറിന് എന്താ ഫീൽ ചെയ്യുന്നതെന്ന്. ഞാനും അതിലൂടെ കടന്നു വന്ന ആളാണ്, എനിക്കും അങ്ങനെ തോന്നിയിരുന്നു, എന്റെ കൂടെ വന്ന പലർക്കും അത് തന്നെ തോന്നിയിരുന്നു. പക്ഷെ പിന്നീട് ഞങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു, പിന്നീട് ഞങ്ങൾ ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്തു, പിന്നീട് ഞങ്ങൾ ലീഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തു, പിന്നീട് ഞാൻ കുറെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തു, പിന്നീട് ഞാൻ കുറെ പുസ്തകങ്ങൾ വായിച്ചു, പിന്നീട് ഞാൻ കുറെ വെബ്സൈറ്റിൽ റിസർച്ച് നടത്തി, പിന്നീട് ഞാൻ എന്റേതായിട്ടുള്ള കുറെ ഗവേഷണങ്ങൾ നടത്തി. അതിനുശേഷം മനസ്സിലായി എന്റെ കുറച്ച് ധാരണകൾ തെറ്റായിരുന്നു എന്ന്. ഈ വാക്കുകൾ എഴുതി വെക്കണം. കേൾക്കുമ്പോൾ ഞാൻ ഈ പറയുമ്പോൾ കേട്ടിരിക്കാൻ സുഖം തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോ പുക പോലെ ഇരിക്കും. ധാരണകൾ, എന്റെ ധാരണകൾ പലതും തെറ്റായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായത് അപ്പോഴാണ്. ഫീൽ, ഫെൽറ്റ്, ബട്ട് ഐ ഫൗണ്ട് എന്ന് പറഞ്ഞ സാധനമാണ്. അത് വളരെ കൂളായിട്ട് ചെയ്യണം. എന്തൊക്കെ പറയണം? വെറുതെ വന്നതല്ല. ഞാൻ ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്തു, ഞാൻ പുതുതായി വന്ന ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തു, ഞാൻ ലീഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തു, ഞാൻ കുറെ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറായി, ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, ഞാൻ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തു, ഞാൻ വെബ്സൈറ്റിൽ റിസർച്ച് നടത്തി, ഞാൻ വീഡിയോസ് കണ്ടു, ഞാൻ എന്റെ ഗവേഷണങ്ങൾ നടത്തി, ഞാൻ എന്റേതായിട്ട് റിസർച്ച് നടത്തി. ഒടുവിൽ എനിക്ക് മനസ്സിലായി എന്റെ ധാരണകൾ പലതും തെറ്റായിരുന്നു എന്ന്. അതിനുശേഷം ഞാൻ ജോയിൻ ചെയ്തു. അതിനുശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എന്റെ കൂടെ വന്ന ആളുകൾക്കും കൃത്യമായിട്ട് അവരുടെ ധാരണകൾ തെറ്റായിരുന്നു എന്ന് ബോധ്യം വന്ന് എന്റെ കൂടെ വരികയും അവരും വിജയിക്കുകയും ചെയ്തു. ഞാൻ കൂടുതലായിട്ട് പറഞ്ഞോട്ടെ സർ? അല്ലെങ്കിൽ ഞാൻ കൂടുതലായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നോട്ടെ സർ? നമ്മുടെ വിനയവും നമ്മുടെ രീതിയും ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യണ മെത്തേഡും നമ്മുടെ പോസും നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ ആത്മവിശ്വാസവും ഒക്കെ നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ആത്മവിശ്വാസം ഉണ്ടാവണം. അത് ഈഗോയിലേക്ക് പോവാതെ കൺട്രോൾഡ് ആയിട്ട് പോസ് ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കളിക്കാം. ആ ഗെയിം നല്ല രീതിയിൽ കളിക്കാം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നേരത്തെ ഞാൻ പ്രിപ്പറേഷൻ പറഞ്ഞു. പലരും ലീഗൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. കഴിഞ്ഞ ദിവസം ലീഗൽ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോ അബ്രാം ചേട്ടൻ എന്നെ വിളിക്കുകയുണ്ടായി. ഞാൻ എന്റെ കയ്യിൽ അത് റെഡിമെയ്ഡ് ആയിട്ട് വീഡിയോസ് ഉണ്ട്. എന്തിന്റെ? മന്ത്രി തിലോത്തമൻ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മന്ത്രി തന്നെ കേരള ഗൈഡ് ലൈൻസിനെ കുറിച്ചും അതുകൊണ്ട് കേരളത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചും പറയുന്ന ഒരു വീഡിയോ. അതോടൊപ്പം തന്നെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാന്റെ ഈ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള സമീപനം പറഞ്ഞിട്ടുള്ള വീഡിയോ. കൂടാതെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന MLM ഗൈഡ് ലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അത് ഓൾറെഡി MLM ഗൈഡ് ലൈൻസ് കൊണ്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് ലീഗൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് നമുക്കുണ്ട്. ആ കോൺഫിഡൻസുമായിട്ട് നിങ്ങൾ പോകുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഒരു ഇന്റർവ്യൂവിന് മുമ്പ് നിങ്ങൾ ഒബ്ജക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ വരാവുന്ന എല്ലാ ഒബ്ജക്ഷനെ കുറിച്ചും ധാരണയുള്ളവരായിരിക്കുകയും
ഇന്ന് കമ്പ്യൂട്ടറിലെല്ലാം ഉണ്ട്, മൊബൈലിലെല്ലാം ഉണ്ട്, ഒരു ബട്ടണിലെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ പറയുന്ന ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ഗ്രൂപ്പിനകത്ത് സേവ് ചെയ്യുകയും ചെയ്താൽ യു വിൽ ബി സൂപ്പർ കോൺഫിഡന്റ്. ചോദിക്കുമ്പോഴേക്കും കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടും. 95% നോൺ സെയിൽസ് ടൈപ്പ് ആണ് MLM-ൽ വിജയിക്കുന്നത് എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം. 95% സക്സസ്ഫുൾ ആവുന്ന ആളുകളും നോൺ സെയിൽസ് ടൈപ്പ് ആണ്. അധ്യാപകർ, ഹൗസ് വൈഫ്സ്, ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സാധനം പോലും വിൽക്കാത്ത ആളുകൾ. അപ്പൊ അവർക്ക് പോലും ഇത് സക്സസ്ഫുൾ ആവുമ്പോൾ സെയിൽസിലുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് പോലും സക്സസ്ഫുൾ ആവുന്നതുകൊണ്ട് നിങ്ങൾക്കും സക്സസ്ഫുൾ ആവുമെന്ന് പറയാൻ പറ്റും. നോൺ സെയിൽസ് ടൈപ്പിനോടാണ് പറയണമെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ടുള്ളതാണ് ഇതെന്ന് പറയാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ രീതിയിലാണ് സംസാരിക്കുക. അതുപോലെ പരിഭ്രമിക്കുന്ന ആളുകൾ, അവരോട് പറയാം, അറിയാത്ത ആളുകളിലേക്ക് ആവശ്യമില്ലാത്തത് അടിച്ചേൽപ്പിക്കുന്ന രീതിയല്ല, അറിയുന്ന ആളുകളിലേക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അതും മാർക്കറ്റ് റേറ്റിലും താഴെ കിട്ടുന്ന ഒരു ഉപാധി പറഞ്ഞു കൊടുക്കുകയും ആ അവസരം വഴി കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്ന ഒരു കാര്യം പറയൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ പരിചയമില്ലാത്ത ആളുകളെ പോയി കണ്ട് അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയൊന്നും അല്ല ഇവിടെ, ഒരു ഹാർഡ് കോർ സെയിൽസ്മാൻഷിപ്പ് ഒന്നും അല്ല ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ചില ആളുകൾ ചോദിക്കും, മറ്റു ചില ആളുകൾ ഇത് മണി ചെയിൻ ആണോ? അപ്പൊ നമ്മൾ പറയേണ്ടത് എന്താണ്? എത്ര കാലം കഴിഞ്ഞാലും ഈ ചോദ്യം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ആരെങ്കിലും ഒരാളെങ്കിലും ചോദിക്കും, 10-ൽ ഒരാൾ ചോദിക്കും, ഇത് മണി ചെയിൻ പോലെയല്ലേ, ചെയിൻ പരിപാടിയല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ പറയാം, മണി ചെയിൻ നിരോധിച്ചതാണ്. ഓക്കെ, ഇന്ന് കാണുന്നതൊക്കെ നിയമ വിധേയമാണ്. മോദി കെയർ വന്നിട്ട് 25 വർഷം ആവാറായി. അത് നിരോധിക്കപ്പെടേണ്ടതായിരുന്നെങ്കിൽ പണ്ടേ നിരോധിക്കപ്പെടുമായിരുന്നു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് എന്താന്ന് പറയാൻ പറ്റാത്തത്? നിരോധിക്കപ്പെടേണ്ട ഒരു സാധനം കഴിഞ്ഞ 25 വർഷമായിട്ട് മാർക്കറ്റിൽ ഉണ്ടാവുമോ? ആലോചിച്ച് നോക്കൂ. അപ്പൊ വളരെ അയാളുടെ ലോജിക്കായിട്ടുള്ള കാര്യങ്ങളെ ലോജിക്കായിട്ട് തന്നെ പറയാ, അല്ലാതെ അതിന് വേറെ ടെക്നിക്കലായിട്ട് പോകരുത്. കാരണം ആളുകൾ ഇമോഷണലി തീരുമാനങ്ങൾ എടുത്ത് ലോജിക്കലി സപ്പോർട്ട് ചെയ്യുന്നവന്മാരാണ്. അല്ലെങ്കിൽ മഹാമോശം കമ്പനികളിൽ എങ്ങനെ ആളുകൾ കയറുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അയാളുടെ അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ അപ്പാപ്പനോ അമ്മാവനോ ഫ്രണ്ടോ റിലേറ്റീവോ ആരോ കയറി, അവനോട് വരാൻ പറഞ്ഞു, അവൻ കയറി, ഇവന്റെ കൂടെ കയറാന്ന് വിചാരിച്ച് കയറിയതാണ്. ഇമോഷണലി ആണ് ആൾക്കാർ കയറുന്നത്, മുഴുവൻ ഇമോഷണലി ആണ് കയറുന്നത്. എന്നിട്ട് ലോജിക്കലി അതിനെ സപ്പോർട്ട് ചെയ്യും. ഗുണ്ട് കമ്പനി ആണെങ്കിൽ അവൻ എന്ത് ചെയ്യും? കയറിയ സ്ഥിതിക്ക് പിന്നെ അവൻ ലോജിക്കൊക്കെ എടുത്താൽ സപ്പോർട്ട് ചെയ്യും. സത്യത്തിൽ എന്താ വേണ്ടത്? ലോജിക്കലി മനസ്സിലാക്കിയിട്ട് പിന്നീട് ഇമോഷണലി സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്, അല്ലെ? ആണോ അല്ലയോ? നമ്മളൊരു കാര്യം കൂലങ്കഷമായി പഠിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കിയും വൃത്തിയായിട്ട് മനസ്സിലാക്കിയും എന്നിട്ട് നമ്മൾ കയറിയിട്ട് വികാരപരമായിട്ട് നമ്മുടെ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവാണ് വേണ്ടത്. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാ ചെയ്യാറ്. ആണോ അല്ലയോ? നിങ്ങൾ നോക്കൂ, ഭാഗ്യത്തിന് മോദി കെയറിൽ എത്തി. പക്ഷേ മോദി കെയറിൽ എത്തിയത് കംപ്ലീറ്റ് പ്ലാനും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടാ. ഇത് മുഴുവൻ മനസ്സിലാക്കി, ഇതാണ് ഏറ്റവും ബെസ്റ്റ് കമ്പനി, ഇതാണ് നമ്മുടെ ഭാവി. എന്നാണ് സമീർ മോദി വന്നത്, എന്നാണ് സമീർ മോദിയുടെ അച്ഛൻ KK മോദി വന്നത്, അതിന്റെ മുത്തച്ഛൻ 68-ലാണോ പത്മഭൂഷൺ കിട്ടിയത്, ഇതൊക്കെ നോക്കിയിട്ടാണോ വന്നത്? നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, എടാ നല്ല പരിപാടിയാടാ, ഞാനുണ്ടാ നിന്റെ കൂടെ, ഞാനില്ലടാ നിന്റെ കൂടെ എന്ന് പറഞ്ഞു. നമ്മൾ കയറി, നമ്മൾ ഇമോഷണലി കയറി. ഇപ്പൊ നമ്മള് അത് നിലനിൽക്കാൻ ആവശ്യമായിട്ട് ലോജിക്കൽ റീസൺസ് തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിൽ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആളുകൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളോടൊരു ഇഷ്ടവും ട്രസ്റ്റും തോന്നണം. ഇഷ്ടവും തോന്നണം, വിശ്വാസവും തോന്നുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഫാക്ട്സ് അല്ല, പകരം നമ്മുടെ വേ ഓഫ് അപ്രോച്ചും നമ്മുടെ ഫ്രണ്ട്ലിനെസ്സും നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന ചെവിയും, അയാൾ പറയുന്ന മുഴുവൻ കേൾക്കാൻ ഒരുപക്ഷെ അയാളുടെ സ്വന്തം ഭാര്യ പോലും തയ്യാറായിട്ടുണ്ടാവില്ല. കഴിഞ്ഞ കുറെ വർഷമായി അയാൾക്ക് ഇതുപോലെ ഒരു ചെവി ആരെങ്കിലും കൊടുത്തിട്ട്. അയാളുടെ ഭാര്യയും മക്കളൊക്കെ വിചാരിക്കണ അദ്ദേഹം പൊട്ടനെന്നാ. പക്ഷെ നമ്മള് ഫുൾ റെസ്പെക്റ്റോട് കൂടി, സാർ ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ സാർ, ഗ്രേറ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ഈ ക്വസ്റ്റ്യൻ എപ്പോഴാ വരണേന്ന് നോക്കിയിരിക്കായിരുന്നു. വളരെ കുറച്ച് ബുദ്ധിയുള്ളവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സാർ ചോദിക്കുന്നത്. ഏതായാലും കറക്റ്റ് ആണ്. ഈ സമയത്ത് സാറിന്റെ ഈ ചോദ്യം വളരെ ആപ്റ്റ് ആണ്. നമ്മൾ കൃത്യമായിട്ട് ആൻസർ കൊടുത്ത് അദ്ദേഹത്തെ പറയണമൊക്കെ കേട്ട് തല കുലുക്കി, ഓക്കെ ഫൈൻ, വെരി ഗുഡ്, നല്ല നല്ല ചോദ്യം, ഇത് മറ്റൊരാൾക്കും കൂടി അത് കേൾക്കുമ്പോൾ അത് മനസ്സിലാവും, നന്നായി സാർ ചോദിച്ചത് നന്നായി എന്നൊക്കെ പറഞ്ഞു. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ധാരാളം പേര് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സാറേ. ഞാനും ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ പണ്ട് ചോദിച്ചിട്ടാണ് മനസ്സിലാക്കിയിട്ടാണ് ഇതിനകത്ത് കയറിയത്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പണമില്ല, ഇതില് പണം ആവശ്യമില്ല, ഇതില് പണം വേണ്ട, വരാം. ഒരാൾ 100 PV എന്റെ ദൈവമേ, എനിക്ക് ആകെ 5000 രൂപ എനിക്ക് ശമ്പളം ഉള്ളൂ. ആ സമയത്ത് ഞാൻ അങ്ങനെ 100 PV ചെയ്യും? നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളുടെ അടുത്ത് ആദ്യം തന്നെ ഓർഡർ വാങ്ങിക്കാമല്ലോ. 100 രൂപയ്ക്ക് നിങ്ങൾ പറ്റിക്കോ? 200 രൂപയ്ക്കൊക്കെ പറ്റിച്ചിട്ട് പോവോ? ഇല്ലല്ലോ.
നമ്മള് കൃത്യമായിട്ട് നേരത്തെ തന്നെ ഉൽപ്പന്നങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് ആദ്യത്തെ 1 മാസത്തേക്കുള്ള കമ്മിറ്റ്മെന്റ് മേടിച്ചാൽ മതി. ഒറ്റ മാസം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസ തിരിച്ചു തരാം. ഇഷ്ടപ്പെട്ടാൽ എല്ലാ മാസവും ഈ ഉൽപ്പന്നം മേടിക്കാനുള്ള ഒരു കമ്മിറ്റ്മെന്റ് തരണം. കാരണം എനിക്കൊരു 10-12 കസ്റ്റമേഴ്സ് വേണം, സീരിയസ് ആയിട്ടുള്ള. എനിക്ക് അത് മതി. കാരണം അത് വിറ്റ് ജീവിക്കുന്ന പരിപാടിയല്ല ഇത്, വിൽപ്പനയല്ല. പക്ഷെ എനിക്കൊരു 10-12 സ്ഥിരം വാങ്ങുന്ന ആൾക്കാരുടെ ഒരു ഓണർഷിപ്പ് എനിക്ക് വേണം. അങ്ങനെയാണ് ബിസിനസ് തുടങ്ങുന്നത്. സുഖമായിട്ട് ചെയ്യാം. ഇഫ് ദർ ഇസ് എ വിൽ, ദർ ഇസ് എ വേ. അതുപോലെ ചോദിക്കാവുന്ന മറ്റൊരു കാര്യം, എന്റെ വൈഫിന് ഇഷ്ടമല്ല, എന്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല. കേട്ടിട്ടുണ്ടോ ഇല്ലയോ? സ്വർണോ? അപ്പൊ നമ്മൾ എന്താ പറയാ? അയ്യോ, ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് നിങ്ങളിത് ചെയ്യാതിരിക്കുന്നെങ്കിൽ വലിയ കഷ്ടാണ് കേട്ടോ. വലിയ കഷ്ടാണ്. കാരണം എപ്പോഴും ഏതെങ്കിലും ഒരാളാണ് തുടങ്ങാറ്. തുടങ്ങി വെക്കിയ ഒരാളാണ്. സാധാരണ അങ്ങനെയാ കണ്ടുവന്നിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും ഹസ്ബൻഡും വൈഫ് ഒരുമിച്ച് തുടങ്ങുന്നത് ലക്ഷത്തിൽ ഒരാളൊക്കെ തുടങ്ങുന്നു മാത്രമേ ഉള്ളൂ. കാരണം രണ്ടുപേരും രണ്ട് രീതിയിൽ വർക്ക് ചെയ്യല്ലേ. അപ്പൊ ഒരാൾ തുടങ്ങി വെച്ച് എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി കാണുമ്പോഴേ മറ്റേ ആള് ചേരാറുള്ളൂ. അതുവരെ എപ്പോഴും സംശയം ഉണ്ടാവും. അവർക്ക് അവരോട് വിഷമമൊന്നും തോന്നണ്ട. നേരെ തിരിച്ച് അവരെ ഗവനിക്കണ്ടെന്നല്ല നമ്മൾ പറയാ. അവരോട് വിഷമമൊന്നും തോന്നണ്ട. നമ്മളിപ്പോ ഇതിനകത്ത് ആകെ എന്താ ചെയ്യുന്നത്? കുടുംബത്തിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ, നല്ല ഉൽപ്പന്നങ്ങൾ, മായമില്ലാത്തത്, റെഡ്യൂസ്ഡ് റേറ്റ് കിട്ടുന്ന ഒരു ഹോൾസെയിൽ ലെവലിൽ നമുക്ക് നല്ല ലാഭത്തിന് കിട്ടുന്ന ഒരു കാര്യം ചെയ്യുന്നു എന്നല്ലേ ഉള്ളൂ. അത് 4 പേരോട് പറയണമെന്നല്ലേ ഉള്ളൂ. വൈഫ് ഒരു പക്ഷേ വിഷമിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പമുണ്ടായാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കൊണ്ട് വിൽക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് കഴിയില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. നേരെ തിരിച്ച് ഭർത്താവിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ പറയാം. നിങ്ങളുടെ ഭർത്താവ് ഒരുപക്ഷെ നിങ്ങളെ ഓവർ കെയർ ചെയ്യുന്നോണ്ടായിരിക്കാം. ഇതിന് ഒരുപാട് സ്ട്രെയിൻ വേണം, വീട്ടിൽ ഒരുപാട് സമയം കിട്ടാതെ വരും, നിങ്ങൾ ഇറങ്ങി നടക്കുന്നുണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങൾ വിചാരിച്ചിട്ടായിരിക്കും. അതൊന്നും ആവശ്യമില്ലാട്ടോ. ഇവിടെ നമുക്ക് വീട്ടിൽ ഹസ്ബൻഡിന്റെ ഒപ്പം മാക്സിമം സമയം അദ്ദേഹത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാം, അദ്ദേഹത്തിന് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കാം. 4 പേരോട് സംസാരിക്കുമ്പോൾ ഇതും കൂടി കൂടെ വരണം എന്നല്ലേ ഉള്ളൂ. ഈ ഒരു കാര്യം കൊണ്ട് ഇത് ചെയ്യാതിരിക്കുന്നത് ഭയങ്കര കഷ്ടാട്ടോ. ഒരുപാട് നഷ്ടം സംഭവിക്കൂട്ടോ. നമ്മളെല്ലാരും കൂടെ ഉണ്ടല്ലോ. എത്രയോ പേര് ചെയ്യുന്നു. ഹസ്ബൻഡ് വരാതെ തന്നെ വൈഫ് ചെയ്യുന്നുണ്ട്, വൈഫ് വരാതെ ഹസ്ബൻഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇത് മനസ്സിലാക്കി എല്ലാവരും ഒരുമിച്ച് കൂടുന്നതാണ് കണ്ടിരിക്കുന്നത്. എന്റെ അനുഭവം അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് നമുക്കത് കൺട്രോൾ ചെയ്യാം. ഈസ് ദാറ്റ് ഓക്കെ? കൺവിൻസിങ് ആണോ? ഓക്കെ. ഗുണമെന്ന് തോന്നുന്നില്ലേ? ഈ മെത്തേഡ് വർക്കബിൾ ആണല്ലോ അല്ലെ? ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. കൂടുതൽ ആളുകൾ ഓക്കെ പറയുന്നുണ്ട്. സന്തോഷം സന്തോഷം. അപ്പോ ഇത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. അതുപോലെ വേറെ ചില ആൾക്കാർ, ഇനി ചില കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. വേറെ ചില ആൾക്കാർ പറയും, എനിക്ക് നല്ല കമ്പനി കിട്ടിയില്ലടാ, ഞാൻ എന്റെ ഒരു ചീത്ത കമ്പനിയിൽ കയറി, ഞാൻ 1-2 കമ്പനി കയറി ആളുകളോടൊക്കെ പറഞ്ഞ് മോശമായി, ആ കമ്പനി ഇല്ലാണ്ടായി, ഇനിയിപ്പോ എനിക്ക് അവരെ രണ്ടാമത് കാണാൻ പറ്റില്ല. കേൾക്കാറുണ്ടോ ഇല്ലയോ? ഇത് ആദ്യത്തെ കമ്പനി ആയിരുന്നെങ്കിൽ നമ്മൾ തകർത്തേനെ. ഇതിപ്പോ ഞാൻ ഒരു ചീത്ത കമ്പനി കയറി എല്ലാരും അറിയാവുന്ന സകല ആൾക്കാരെയും ഞാൻ അത് പിടിച്ചു കൊണ്ടിട്ട് ആൾക്കാരോടൊക്കെ കണ്ണി കണ്ടൊക്കെ പറഞ്ഞ് ആകെ നാശകോശമായി. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യൂടാ, ഇനി എനിക്ക് പോകാൻ പറ്റില്ലടാ, ഇനി എനിക്ക് ചെയ്യാൻ പറ്റില്ല. പറയാറുണ്ടോ ഇല്ലയോ? ഓക്കെ. അപ്പൊ അതിനെന്ത് ചെയ്യും? അതിനെന്താ ചെയ്യാ? ഇപ്പൊ നിങ്ങളാണ് എന്നോട് അങ്ങനെ പറയണമെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, എടാ, ആർക്കും ആദ്യമായിട്ടൊരു നല്ല കമ്പനി കിട്ടാറില്ല. 99.9% ആളുകൾക്കും ആദ്യം നല്ലൊരു കമ്പനി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇയാളല്ല കമ്പനി ചൂസ് ചെയ്യണ. ഏതെങ്കിലും ബന്ധുവോ സുഹൃത്തോ സഹോദരനോ കൂട്ടുകാരനോ ഏതെങ്കിലും അയൽക്കാരനോ ആരെങ്കിലും വന്ന് നമ്മളെ ചൂസ് ചെയ്ത് നമ്മളെ പിടിക്കുകയാണ് ചെയ്യണേ ആ കമ്പനിയിലേക്ക്. ഞാൻ പറഞ്ഞ ശരിയാണോ അല്ലയോ? അപ്പൊ നമ്മളല്ല ചൂസ് ചെയ്യണേ. നമ്മുടെ ആദ്യത്തെ കമ്പനികളെല്ലാം ചിലപ്പോ 1-2 കമ്പനി നമ്മുടെ ജീവിതത്തിൽ വന്ന് പോണത് ഇങ്ങനെയായിരിക്കും. ആരെങ്കിലും വന്ന് നമ്മളെ പിടിക്കും. നമ്മൾ അങ്ങനെയാണ് ഓരോ വന്ന് വീഴുന്നത് ഈ മേഖലയിലേക്ക്. അത് കഴിഞ്ഞാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുക, എടാ ഈ കമ്പനിയിൽ ഇത്തരം ചില കുഴപ്പങ്ങളുണ്ട്, ഈ മാർക്കറ്റിൽ മറ്റേ കമ്പനികളും ഉണ്ട്, വേറെ കമ്പനികളും ഉണ്ട്. ആ കമ്പനികളിൽ ഇതിനേക്കാൾ എളുപ്പമാണ് വർക്ക് ചെയ്യാൻ, അവിടെ കുറെ കൂടെ വരുമാനമുണ്ട്, അവിടെ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനിയാണ്, സ്റ്റേബിൾ ആയിട്ടുള്ള ലീഡേഴ്സ് ആണ്, സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം ഉണ്ട്, അത് നിൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഞാൻ എന്റെ കമ്പനി അത്ര നല്ലതല്ല, എന്റെ ദൈവമേ എന്ന് തോന്നുന്ന ആളുകളാണ് മാർക്കറ്റിലുള്ളവർ മുഴുവൻ. അങ്ങനെ മാറിയവരാണെല്ലാം. ഇപ്പൊ നിങ്ങളുടെ കമ്പനിയിൽ ഇപ്പൊ ഞാനായാലും ശരി, ജിഷാദ് ആയാലും ശരി, ഇതൊന്നും ആദ്യത്തെ കമ്പനിയല്ല. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് നമുക്ക് മനസ്സിലായത്. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പരാജയപ്പെട്ടിട്ടില്ല, ക്വിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. പറയും മനസ്സിലാക്കുക, ഞങ്ങൾ ആരും പരാജയപ്പെട്ടവരല്ല. ഇത്രയും സക്സസ് ഉണ്ടാവാത്തത് കൊണ്ട് അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത്
നല്ലൊരു കമ്പനി വന്നപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്ത് സസ്റ്റൈനബിൾ ആയിട്ട് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ടതുപോലെ ചെയ്തു. ഇല്ലെങ്കിലോ നമ്മൾ അവിടെ നിൽക്കണ്ടാവും, ഇത്രയും സക്സസ് ആയിണ്ടാവില്ല. അതുകൊണ്ട് കമ്പനി മാറിയതോ കമ്പനി മാറേണ്ടി വന്നതോ ഒന്നും ഒരു വിഷമല്ല. ഇതാണ് നമ്പർ 1. ഇതെല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ലീഡേഴ്സും ചെയ്തിട്ടുണ്ട്. എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും ആദ്യത്തെ കമ്പനി തന്നെ അതാവണം നിർബന്ധമില്ല. കാരണം വേറെ ആൾക്കാരാണ് ചൂസ് ചെയ്യുന്നത്, അവരല്ല കമ്പനി ചൂസ് ചെയ്ത് ഒരു പ്രൊഫഷനായിട്ട് വരുന്നത്. ഇത് ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ എങ്ങനെ ഇനി പഴയ ആൾക്കാരെ വിളിക്കും, എങ്ങനെ ഇനി പഴയ ആൾക്കാരെ ഞാൻ കാണും, എങ്ങനെ ഞാൻ ഇനി പഴയ ആൾക്കാരോട് ഞാൻ എങ്ങനെ സംസാരിക്കും. നമ്മൾ എങ്ങനെയാ സംസാരിക്കുക ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ ഞാനാണ് അത്തരം ബുദ്ധിമുട്ടിൽ വന്നിട്ടുള്ളതെങ്കിൽ ഞാൻ എങ്ങനെ വിളിക്കുക? ഞാൻ പണ്ട് 2 തവണ 3 തവണ 4 തവണ ഞാൻ കുഴി ചാടിച്ച സുഹൃത്തിനെ ഞാൻ വിട്ടുകളയില്ല, ഞാൻ ഇപ്പോഴും വിളിക്കും. എന്ത് പറഞ്ഞാ വിളിക്കാന്നറിയാമോ? കേട്ടോളൂ. അയാളുടെ പേര് സുരേഷ് എന്നാണെങ്കിൽ, സുരേഷേ, എന്താ വിനോദേ? സുരേഷേ, ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ലജ്ജയുണ്ട്, നിന്നെ വിളിക്കുമ്പോ എനിക്ക് പേടിയുണ്ട്, എനിക്ക് അതുപോലെ നാണമുണ്ട്, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം നീ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ വിളിക്കുമ്പോ. പക്ഷെ ഞാൻ വിളിക്കാതിരുന്നാൽ ഞാൻ ഒരു വലിയ പാപം ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു. കാരണം തികച്ചും സൗജന്യമായിട്ട് ഒരു വലിയ അവസരം വരുമ്പോ ഞാൻ നിന്നോട് പറയാതിരുന്നാൽ നാളെ നീ എന്നോട് ചോദിക്കുകയാണ്, ഇത്രയും കാലം ഞാൻ പലതിലും എന്നെ കൊണ്ട് ഇട്ടിട്ട് നല്ലൊരു സാധനം വന്നപ്പോ നീ എന്നെ ഒഴിവാക്കി എന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ സുരേഷ്. നീ എന്നെ ചീത്ത പറഞ്ഞാലും, നീ എന്നെ തല്ലിയാലും, നീ എന്നെ കാരണക്കുറ്റിക്ക് അടിച്ചാലും എനിക്കൊരു അത്ഭുതവും തോന്നുന്നില്ല. കാരണം ഞാൻ അബദ്ധം കാണിച്ചു പോയടാ, എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് നിന്നോട് സ്നേഹക്കുറവ് ഉണ്ടായിട്ടല്ല, ഞാൻ കുറെ അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിനക്കറിയാലോ, എനിക്ക് പ്രൊഫഷണൽ ആയിട്ടൊന്നും കമ്പനികൾ തെരഞ്ഞെടുത്ത് പരിചയമില്ല. ഞാൻ പുതിയ ഒരാളാണ്. എനിക്ക് വിജയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നു. കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ ഒരാളുണ്ടായില്ല. ഇവിടെ പ്രൊഫഷണൽസ് ഉണ്ടായിരുന്നില്ല. ആഗ്രഹം മാത്രം ബാക്കിയായി. ഓടി നടന്ന് കൈയും കാലും ഒടിഞ്ഞു. കുറെ ആൾക്കാരെ ഞാൻ കഷ്ടപ്പാടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. എന്നോട് ക്ഷമിക്കണോടാ നീ ഇതിനകത്ത് ഒരു പൈസയും നീ ഇൻവെസ്റ്റ് ചെയ്യണ്ട, നീ ഒന്നും ചെയ്യണ്ട. ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം മതി. കാരണം നാളെ ഞാൻ നിന്നോട് പറഞ്ഞില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് വേറെ ആരോടാ ഞാൻ പറയാതെ, നിന്നോടല്ലാണ്ട് പിന്നെ ആരോടാ എന്റെ വിഷമങ്ങൾ പറയാം? അവൻ അപ്പോയിന്റ്മെന്റ് തരുമല്ലോ, ഇതാണ് എന്റെ ആറ്റിറ്റ്യൂഡ് എങ്കിൽ അവിടെ പോയി ഞാൻ പറയും, സുരേഷേ എനിക്ക് നല്ല സന്തോഷമുണ്ടാ, ഞാനായിരുന്നെങ്കിൽ ചിലപ്പോ അപ്പോയിന്റ്മെന്റ് പോലും തരില്ലായിരുന്നു, നീ എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നൂലോ, എനിക്ക് വലിയ സന്തോഷമുണ്ടാ. നീ ഓർക്ക് നമ്മൾ 10ാം ക്ലാസ്സിൽ നമ്മുടെ ഒരു ഓട്ടം, എടാ നീ ഷാജിമോനെ കണ്ടിരുന്നു, ഞാൻ 2 ദിവസം മുമ്പ് ഷാജിമോനെ കണ്ടിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ വേറൊരു അലൈൻമെന്റ് ആദ്യം ഡെവലപ്പ് ചെയ്തെടുക്കും. അവന്റെ വീട്ടിൽ ചെന്നിരുന്നിട്ട് അവന്റെ വൈഫ്, അവന്റെ കുട്ടികള് വർത്തമാനം പറയും, കാര്യങ്ങൾ ചെയ്യുന്ന റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കും ഉറപ്പായിട്ടും. എന്നിട്ട് മാത്രം ഞാൻ അവനോട് പറയും, എടാ ഇത്രയും കാലം എനിക്ക് പലതിലും വന്നു ജോയിൻ ചെയ്തു എന്നല്ലാതെ ഒരു എക്സൈറ്റ്മെന്റ് കുറച്ചു കാലത്തേക്ക് നിന്നിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഈ ഒരു കാര്യത്തില് ഞാൻ പഠിച്ചുകൂടാ. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, നേരത്തെ ഞാൻ പറഞ്ഞ ഫീൽ ഫെൽറ്റ് ഫൗണ്ട് ഇടണം. എടാ ഞാൻ ആദ്യം വിചാരിച്ചത് അതും തട്ടിപ്പായിരിക്കുന്നതാണ്. പക്ഷെ കാരണം നമ്മള് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഇറക്കില്ലേ സുരേഷേ? അപ്പൊ സുരേഷ് ശരിയാണ് ഇങ്ങനെ തലയാട്ടും. ഞാൻ പറയും, അങ്ങനെയായിരുന്നൂടാ എന്റെ അവസ്ഥ. ഞാൻ ഇനി ഒരു കാര്യത്തിലും ഇനി ഇടില്ല, ഞാൻ ഇനി ജീവിതത്തിൽ നെറ്റ്വർക്ക് ചെയ്യൂല, ഞാൻ ഇനി ഒരിക്കലും മുമ്പോട്ട് പോകില്ല. കാരണം എനിക്ക് അത്ര വിഷമായി പോയി. ഞാൻ വിചാരിച്ച പോലെ എത്താൻ പറ്റിയില്ല, എന്റെ കൂടെ വരുന്ന ആൾക്കാർക്കും വരാൻ പറ്റിയില്ല, ബന്ധങ്ങളും വഷളായി, ആകെ വിഷമത്തിലായിരുന്നൂടാ ഞാൻ. പക്ഷെ നിനക്കറിയാലോ, എനിക്ക് എന്തായാലും സക്സസ് ആയേ പറ്റൂ. എനിക്ക് അങ്ങനെ ഒരു മനസ്സുണ്ട്. സത്യം പറയാൻ സുരേഷ്, ഇത്തവണ ഞാൻ 1 മാസം എടുത്ത് പഠിച്ചൂടാ. ഞാൻ പുസ്തകങ്ങൾ റെഫർ ചെയ്തു, ഞാൻ ഈ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയി, ഞാൻ ലീഡേഴ്സിനെ കണ്ടു. കാരണം ഇനി എനിക്ക് അബദ്ധം കാണിക്കാൻ പറ്റില്ല. ഞാൻ തറോ സ്റ്റഡി നടത്തി കംപ്ലീറ്റ് ചെയ്തു. ഞാനിപ്പോ ഫുൾ ലിസ്റ്റ് ഇട്ട് ഇറങ്ങിയിരിക്കുക. കാരണം ആരുടെ 1 രൂപ പോലും പോണില്ലടാ, ഒരാളുടെ പോലും 1 രൂപ പോകുന്നില്ല. ഒരുപക്ഷെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ ചിലപ്പോൾ 10-15% ഉണ്ടാവുള്ളൂ സീരിയസ് ആയിട്ട്. പക്ഷെ ബാക്കി 85% ആളുകളുടെയും പൈസ പോയില്ല എന്ന് മാത്രമല്ല, അവർക്ക് മാർക്കറ്റിനേക്കാൾ വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ 100% മണി ബാക്ക് ഗ്യാരണ്ടിയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഇക്കോ ഫ്രണ്ട്ലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഞാനത് എന്തിനാണ് ആൾക്കാരോട് പറയാതിരിക്കണേ? മാത്രമല്ല, ഇത് പറയുന്നതിന്റെ ഫലമായിട്ട് ഒരുപാട് ആൾക്കാർ അച്ചീവ് ചെയ്ത് ഞാൻ കണ്ടുകൂടാ. അപ്പൊ ഞാൻ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് നിന്റെ പേരാണ്. സത്യം പറയാലോ. കാരണം നീ ഉണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ചില്ലറയല്ല. എടാ എന്റെ ഈ ലിസ്റ്റ് മുഴുവൻ നീ കണ്ടേ, 645 പേരുടെ ലിസ്റ്റ് ഉണ്ട്. വിനോദ് നമ്പൂതിരി പറഞ്ഞാണ് 1000 എത്തിക്കാനാ. ഇതാ 356 കൊണ്ട് പുള്ളി നമ്മളെ സഹായിക്കും. പുള്ളി ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. അങ്ങേരെ നമ്മളെ സഹായിക്കൂടാ. പുള്ളി നീ വാ, ഞാനുണ്ട് നിന്റെ കൂടെ. ഇതാണ് അതിന്റെ മെത്തേഡ്.
അല്ലാതെ ഒരു തവണ പറഞ്ഞു ഇനി നമ്മൾ കാറ് മേടിച്ചിട്ട് അവിടേക്ക് പോകുന്നെന്ന് വിചാരിക്കരുത്. വേറെ ആൾക്കാർ കൊണ്ടുപോകും അവരെ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനാ? നിങ്ങളെ സ്നേഹിക്കുന്നവരെയും നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നവരുമായിട്ട് ബിസിനസ് ചെയ്യാനാണ് ഏറ്റവും സുഖം. ഏറ്റവും സുഖം അതാണ്. അതൊരു ബിസിനസ് ആയിട്ടേ തോന്നൂല, അതൊരു വളരെ ഉത്സാഹ കമ്മിറ്റി ആയിട്ടേ തോന്നുള്ളൂ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഡാൻസ്, എ മ്യൂസിക്. കാരണം നിങ്ങൾക്കറിയോ, ഇപ്പൊ ശ്രീജിത്ത് സുധാകരനായാലും ശരി, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കുമാർ ആയാലും ശരി, ഇതൊക്കെ എന്റെ സുഹൃത്തുക്കളെയാണ് ഞാൻ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവന്നത്. എനിക്ക് അടുപ്പം എന്റെ പ്രിയപ്പെട്ട ആൾക്കാർ, സന്തോഷ് ചേട്ടൻ, എന്റെ വീടിനടുത്തുള്ള എന്റെ ഇഷ്ടമുള്ള ആളുകൾ. അബ്രാം ചേട്ടൻ എത്ര കാലമായിട്ട് അറിയാം, ജോയ് ചേട്ടൻ എത്ര കാലമായിട്ട് അറിയാം. ഐ ലവ് ദീസ് പീപ്പിൾ. എത്രയോ വർഷങ്ങളായിട്ട് എന്റെ കൂടെ ഉണ്ട്. റോയ്, അല്ലെങ്കിൽ സുനിൽ മേനോൻ, വൈശാഖ്, എന്റെ സഹോദരങ്ങളെ പോലെയാണ് ഈ ആൾക്കാരൊക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് വേണ്ടി, അവരെ കാണാൻ പോകുന്നു, അവർക്ക് വേണ്ടി ആ രീതിയിലുള്ള ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡോറ് തുറന്ന് തരുന്നവരൊക്കെ നിങ്ങളുടെ ഹോട്ട് സർക്കിളിലുള്ളവരായിരിക്കും. അതുകൊണ്ട് പണ്ട് ഏതെങ്കിലും കമ്പനിയിൽ വന്ന് അത് ചെയ്തു ഇത് ചെയ്തു സമയം പോയി, അല്ലെങ്കിൽ അവരുടെ പണം കളഞ്ഞു, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പോയി എന്ന് വിചാരിച്ചിട്ട് പുറകിലിരിക്കരുത്. ഒരു ക്ഷമാപണ സന്ദേശം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ചെയ്യാം. ഇനി ചിലരായിട്ട് നമ്മൾ അന്ന് വാശിപ്പുറത്ത് വന്നിട്ടുണ്ടാവും, അവരോടും വിളിച്ച് സംസാരിക്കേണ്ട എങ്ങനെയാ? ഇപ്പൊ ഞാൻ അബ്രാം ചേട്ടന്റെ അടുത്ത് ഭയങ്കരമായിട്ട്, എന്റെ റിലേറ്റീവ് ആയിരുന്നു, പക്ഷെ ഞാൻ അബ്രാം ചേട്ടന്റെ അടുത്ത് നിന്ന് ഭയങ്കര ആർഗ്യുമെന്റ് ഒക്കെ വന്ന അവസാനം ഞാൻ കാണിച്ചു തരാം ഹായ് ഹൂയ് എന്നൊക്കെ പറഞ്ഞിട്ട് പോന്നു. ഇന്നിപ്പോ എനിക്കറിയാം അബ്രാം ചേട്ടൻ നല്ല ഒരു ആളാണ്, നല്ല പ്രോസ്പെക്ട് ആണ്. ഞാൻ അന്ന് കാണിച്ചത് മോശമായി. ഞാൻ വിളിച്ചിട്ട് അബ്രാം ചേട്ടൻ പറഞ്ഞു, അബ്രാം ചേട്ടാ ഞാൻ വിളിച്ചത് ഒരു സോറി പറയാനാണ് അബ്രാം ചേട്ടാ. അതെന്താ വിനോദേ, സോറി പറയേണ്ട കാര്യം എന്തോ ഉള്ളേ? അല്ല അബ്രാം ചേട്ടാ, ഞാൻ അന്ന് കുറച്ച് അഗ്രസീവ് ആയി പോയി. ഞാൻ അത്ര അഗ്രസീവ് ആവരുതായിരുന്നു. അബ്രാം ചേട്ടൻ അറിയില്ലേ, ഞാൻ കുറച്ച് എക്സൈറ്റ്മെന്റ് ഉള്ള ആളാണ്. ആവേശത്തിന്റെ പുറത്ത് എനിക്കാണെങ്കിൽ പരിചയക്കുറവുണ്ട്, ആവേശവും കൂടി കഴിഞ്ഞപ്പോ കുറച്ച് ഞാൻ അഗ്രസീവ് ആയിപ്പോയി. അബ്രാം ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു ഒരു അവസരം വന്നപ്പോ അബ്രാം ചേട്ടന്റെ അടുത്തൊന്ന് വന്നൊന്ന് എനിക്കൊന്ന് ഇരുന്നാ കൊള്ളാന്നുണ്ട്. കാരണം നമ്മുടെ ബന്ധം ബിസിനസ് ചെയ്യാതിരിക്കുകയോ ചെയ്യുക, അത് വേറെ കാര്യം. ബന്ധങ്ങൾ ഒരിക്കലും മുറിയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ എന്നും കാണേണ്ടവരാണ്. കാരണം എന്നും ഞാൻ അബ്രാം ചേട്ടനെ സ്നേഹിച്ചിരുന്നു. അന്നൊരു ചെറിയ ചെറിയ പ്രശ്നമൊക്കെ വന്ന് ഞാനത് വേണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു, കുറച്ച് അഗ്രസീവ് ആയിപ്പോയി, ഞാൻ കുറച്ച് എടുത്തിയാട്ടായിപ്പോയി, കുറച്ച് അബദ്ധമായിപ്പോയി, കുറച്ച് തെറ്റായിപ്പോയി. ഇത് വളരെ 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 ഇഫക്റ്റീവ് ആയിരിക്കും. അവർക്കും വളരെ റിലാക്സ്ഡ് ആവും, നമ്മളും റിലാക്സ്ഡ് ആവും. ഒരു ബിസിനസ്സിൽ അവരെ പോലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന സന്തോഷം ചില്ലറയല്ല. ഇത് ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇനി വരാവുന്ന വേറൊരു സാധനം, മിക്കവാറും ആൾക്കാര് ഒരുപക്ഷെ ചോദിക്കാവുന്ന ഒരു കാര്യം, എന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ഞാൻ വീഡിയോ കളയണോ? ഓക്കെ ഫൈൻ, ഉണ്ടെങ്കിൽ അറിയിക്കണേ. അപ്പോ ഇനി പറയാവുന്ന ഒരു കാര്യം, ചില ആളുകൾ പറയും എനിക്ക് സമയമില്ലല്ലോ വിനോദേ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ, അതോ ഇടയ്ക്ക് മുറിയാണോ ഞാൻ പറയുന്നത്? കറക്റ്റ് ആണ്, ഓക്കെ ഫൈൻ, താങ്ക് യു. അപ്പോ എനിക്ക് സമയമില്ലല്ലോ വിനോദേ, നല്ല തിരക്കാണല്ലോ, ജെന്യൂൻ ആയിട്ട് ആൾക്കാർ പറയും. അപ്പൊ നമ്മള് ആ സമയമില്ലാത്തവർക്ക് വേണ്ടിയാണെന്നുള്ളത് ചിലപ്പോൾ വർക്കാവില്ല അവിടെ ഒബ്ജക്ഷൻ. കാരണം മനസ്സിലായോ, ഇത് സമയമില്ലാത്തവർക്ക് വേണ്ടിയല്ലേ സാർ എന്ന് പറയുന്ന ആ ഒരു മൂഡിൽ ആയിരിക്കില്ല അവർ പറയണേ. എനിക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാ, പക്ഷെ വിനോദം എനിക്ക് ഒട്ടും സമയമില്ലല്ലോ, ഞാൻ എന്താ ചെയ്യാ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഇപ്പൊ അബ്രാം ചേട്ടൻ തന്നെ ഭയങ്കര തിരക്കാണ്. അബ്രാം ചേട്ടൻ തിരക്കാണെന്ന് എനിക്കറിയാം. രാവിലെ 7 മണിയാകുമ്പോഴേക്കും ആള് വീട്ടിൽ നിന്ന് ഇറങ്ങും, രാത്രി 10 മണിക്കാണ് വരുന്നത്. ഈ ഒരു അവസരത്തിലാണ് അബ്രാം ചേട്ടൻ വരുന്നതെങ്കിൽ എനിക്ക് അബ്രാം ചേട്ടനോട് പറയാവുന്ന ഒരു കാര്യം, ചേട്ടാ സമയമില്ലായ്മ മാത്രമാണോ ചേട്ടന്റെ പ്രശ്നം, ബാക്കി ഓക്കെ ആണോ? ഈ ബിസിനസിന്റെ ആശയത്തെക്കുറിച്ചും ഇതിന്റെ സാധ്യതയെക്കുറിച്ചും അതൊക്കെ എനിക്ക് 100% കൺവിൻസ്ഡ് ആവുന്നത്, പക്ഷെ എനിക്ക് സമയമില്ല. ഞാൻ പറയാം, അബ്രാം ചേട്ടൻ അറിയാവുന്ന പോലെ ഈ ബിസിനസ്സിൽ 4 കാര്യങ്ങളാണ്. 1 കോണ്ടാക്ട്, 2 സമയം, 3 എന്ന് പറയുന്നത് എനർജി, 4 എന്ന് പറയുന്നത് നോളജ്. എന്തൊക്കെയാ ഞാൻ പറഞ്ഞേ? കോണ്ടാക്ട്, സമയം, ഊർജം, എനർജി വേണം, 4 നമുക്ക് നോളജ് വേണം. ഇതില് അബ്രാം ചേട്ടാ, എനിക്ക് ആകെ അബ്രാം ചേട്ടന്റെ വേണ്ട കോണ്ടാക്ട് ആണ്. എനിക്ക് സമയമുണ്ട്, എനിക്ക് എനർജി ഉണ്ട്, എനിക്ക് നോളജ് ഉണ്ട്, എനിക്കിത് കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയാം. അബ്രാം ചേട്ടന്റെ കോണ്ടാക്ട് മാത്രം മതി. അബ്രാം ചേട്ടൻ 2 മിനിറ്റ് ഇട്ടുകൊണ്ട് എനിക്ക് തരുന്ന കോണ്ടാക്ട്, 2 മിനിറ്റ് അബ്രാം ചേട്ടൻ ഇൻവെസ്റ്റ് ചെയ്താൽ ഞാൻ അവർക്ക് വേണ്ടി 2 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യും.
അബ്രഹാം ചേട്ടൻ ഇടുന്ന ഓരോ 2 മിനിറ്റിനും ഞാൻ അവർക്ക് വേണ്ടി 2 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ ഞാൻ തയ്യാറാണ്. അബ്രഹാം ചേട്ടൻ എന്ത് തോന്നുന്നു? ഓക്കെ ആണോ? പിന്നെ ചിലർ ചോദിക്കും എനിക്ക് കമ്പനിയിൽ നിന്ന് എപ്പോ ക്വിറ്റ് ചെയ്യാൻ പറ്റും? അത് ഒബ്ജക്ഷൻ അല്ല, ഒരു ചോദ്യമാണ്. എനിക്ക് എന്റെ ജോലിയിൽ നിന്നൊന്ന് ക്വിറ്റ് ചെയ്യണം, മതിയായി, എനിക്ക് എപ്പോ ക്വിറ്റ് ചെയ്യാൻ പറ്റും? ഞാൻ ഫ്രീ ആയിട്ട് ജോയിൻ ഇപ്പൊ തന്നെ റിസൈൻ ചെയ്ത് നിങ്ങളുടെ കൂടെ വരട്ടെ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആ പോന്നോളാൻ പറയോ? കൈ കൂപ്പി പറയണം, എന്റെ പൊന്ന് സഹോദര, നിങ്ങൾക്ക് ബില്ലടക്കണം, നിങ്ങൾക്ക് ഒരുപാട് ചെലവുകളുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ചെലവുകൾ പെർമനന്റ് ആയിട്ടുണ്ട്. നിങ്ങൾ പട്ടിണി കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ ചെലവുകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിലവിലുള്ള ഒന്നും കളയണ്ട, 6 മാസത്തേക്ക് ഒന്നും കളയാതെ നിങ്ങളുടെ വരുമാനത്തിന്റെ ഒപ്പമോ അതിന്റെ ഇരട്ടിയോ ആവുന്ന സമയത്ത് മാത്രം ആലോചിച്ചാൽ മതി. ബാക്കി സമയം അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഇപ്പോ നിലവിൽ ഉള്ള ഒന്നിനെയും കളയാതെ പാർട്ട് ടൈം ആയിട്ട് തന്നെ ചെയ്യണം. അത് 6 മാസത്തേക്ക് നിങ്ങളുടെ വരുമാനം, ഇപ്പോൾ ഉള്ള വരുമാനം ഇവിടുന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. 6 മാസം കൊണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ള വരുമാനത്തെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് കടക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ സഹായിക്കാനായിട്ട് വെറും 2 മണിക്കൂർ നിങ്ങൾ ഒരു ദിവസം മാറ്റി വെച്ചാൽ മതി. ആഴ്ചയിൽ 10-12 മണിക്കൂർ മാറ്റി വെക്കാൻ തയ്യാറായാൽ മതി. ഇവിടെ അല്ലാതെ ഫുൾ ടൈം ഇറങ്ങി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജീവിതത്തിലെല്ലാം നമ്മൾ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. പാർട്ട് ടൈം അച്ഛനും പാർട്ട് ടൈം മകനും പാർട്ട് ടൈം ഭർത്താവും പാർട്ട് ടൈം നെറ്റ്വർക്ക് ലീഡറും പാർട്ട് ടൈം PhD സ്കോളറും ഒക്കെയാണ് ഞാൻ. ഇപ്പൊ നിങ്ങളോട് സംസാരിക്കണം, ഞാൻ എല്ലാം പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. പാർട്ട് ടൈം പല്ലുതേപ്പ്, പാർട്ട് ടൈം കുളി, പാർട്ട് ടൈം വായന, പാർട്ട് ടൈം ഭക്ഷണം. ഞാൻ പാർട്ട് ടൈം അല്ലാതെ ഒന്നും ജീവിതത്തിൽ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പാർട്ട് ടൈം പരിശീലനം ഒക്കെ പാർട്ട് ടൈം. പക്ഷെ ചെയ്യുന്ന സമയത്ത് ഫുൾ ടൈം ആറ്റിറ്റ്യൂഡിൽ മുഴുകിക്കൊണ്ട് നമ്മൾ 100% കൊടുക്കാനുള്ള ആറ്റിറ്റ്യൂഡിൽ നമ്മൾ കൊടുക്കുന്നു, ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാതെ. ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളെയും വളച്ചൊടിക്കാതെ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെയൊക്കെ വളർച്ച ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ നെറ്റ്വർക്ക് ജീവിതത്തിൽ ഇത്രയധികം ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ് ഒരൊറ്റ ക്യാപ്സ്യൂളിൽ കവർ ചെയ്തിട്ടുള്ള വേറെ ഏതെങ്കിലും സമയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. പലരും നെറ്റ്വർക്ക് ചെയ്ത് പരിചയമുണ്ട്. ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് വരാവുന്ന ഏതാണ്ട് 99.9% പ്രശ്നങ്ങളും നമ്മളിപ്പോ ഡീൽ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ IKN 101 അവൈലബിൾ ആക്കുന്നതും കൂടിയാണ്. നിങ്ങൾ ആലോചിക്കണം, നമ്മൾ അപ്രോച്ചസിനെ കുറിച്ച് കഴിഞ്ഞ തവണ നമ്മുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വീഡിയോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സരിതയൊക്കെ എന്നെ വിളിച്ച് വളരെ ഹാപ്പി ആയിട്ട് ഞാൻ അത് ചെയ്തപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് എനിക്ക് പ്രിൻസിപ്പളുകളെ വരെ എനിക്ക് കിട്ടി, ജോയിൻ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വളരെ കൂടുതൽ ആളുകൾ നമ്മളുമായിട്ട് സംസാരിച്ചു. സരിത ഉൾപ്പെടെ ഒരുപാട് പേര് വളരെ ഗുണം ചെയ്തു. ഈ ഒരു ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് സെഷനും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. ഇത്തരം സെഷനുകൾ ഇത്രയും മാറ്റം വരുത്തുമെങ്കിൽ നിങ്ങൾ ഒരു ടൈഗർ പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്താലുള്ള വ്യത്യാസം എന്തായിരിക്കും നിങ്ങൾക്ക് ആലോചിച്ച് നോക്കൂ. കാരണം എല്ലാ വിത്തുകളും ശരിയായ കാലാവസ്ഥയിലേ മുളയ്ക്കുള്ളൂ. ചില കാലാവസ്ഥകളുണ്ട് ചില സ്ഥലങ്ങളിൽ, അതുകൊണ്ടാണ് അവിടെ വരാൻ പറയുന്നതും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള സൂം മീറ്റിങ്ങുകൾ വഴി ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അവിടെ എനിക്ക് ചെയ്തു തരാൻ പറ്റും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ പലർക്കും അതൊക്കെ ഒരു സമയ നഷ്ടവും പണനഷ്ടവും ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ ആകെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ട്രെയിനിങ്ങിലാണ്. നമ്മൾ അടുത്ത ഞായറാഴ്ചയും ഇതിനേക്കാൾ മനോഹരമായിട്ട് ഓപ്പണിംഗ്, അതായത് ഒരാളുടെ ജോയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഉറപ്പിക്കാൻ, അയാളുടെ സീരിയസ് ആയിട്ടുള്ള ഒരു ജോയിനിങ് ഉറപ്പിക്കാൻ, അല്ലാതെ വെറുതെ ID പ്രൂഫ് അഡ്രസ് പ്രൂഫും വാങ്ങിച്ചിട്ടല്ല, സീരിയസ് ആയിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു ജോയിനിങ് ഉറപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ടെക്നിക്കുകളാണ് അടുത്ത ഞായറാഴ്ച നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. വളരെ വളരെ ക്രിട്ടിക്കലാണ്. അപ്പൊ ഈ ഒരു സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സ്പെസിഫിക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ യു ക്യാൻ ടൈപ്പ് മീ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അതർവൈസ് നമ്മൾ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ ഒരു സെഷൻ ഫർദർ ആയിട്ട് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള സീനിയർ ലീഡർ എന്നുള്ള നിലയിൽ അബ്രഹാം ചേട്ടന്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് കാരണം അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് പ്രൊഫഷണൽ ആണ്. ഞാൻ ഇതൊന്ന് അൺമ്യൂട്ട് ചെയ്യാം. അബ്രഹാം ചേട്ടൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ സെഷൻ. ഞാൻ ഇന്ന് സംസാരിക്കില്ല എന്ന് ഓർത്തിരുന്ന, ഞാൻ ബെഡിൽ ഇരുന്നിട്ടാണ് ഇത് അറ്റൻഡ് ചെയ്യുന്നത്. കാരണം നേരിട്ട് ലൈവ് ആവണമെന്ന് വിചാരിച്ചിട്ടാണ് നേരെ ഫോൺ ചെയ്തത്. കംപ്ലീറ്റ് കേട്ടു, തുടക്കം മുതൽ ശ്രീജിത്തിന്റെ പ്രസന്റേഷൻ മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ കേട്ടു. ശരിക്കും പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഞാൻ 20 കൊല്ലമായിട്ട് ഡയറക്ട് ഇൻഡസ്ട്രിയിലെ പറ്റി എനിക്കറിയാം. ഞാൻ ഒത്തിരി ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും സ്പെസിഫിക് ആയിട്ട്, കാരണം
ഓരോ 1 by 1 ആയിട്ട് നമുക്ക് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവും. കാരണം ഇവിടെ ഇനി വേറൊരാൾക്കും പഠിക്കാനില്ല. അപ്പൊ എനിക്കും അതേ സ്ഥാനത്ത് ഇന്ന് ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് കയറിയിരിക്കുന്ന വ്യക്തിക്കും പഠിക്കാൻ കഴിയും. അതൊന്ന് പ്രിപ്പയർ ചെയ്താൽ മതി. അത് കൂടാതെ IKN 101 വരുമ്പോ പിന്നെ ഒട്ടുമില്ല. കാരണം ആ സാധനം എടുത്തു വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ 100% ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 100% ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് പറയണം. കാരണം എനിക്ക് തീരെ വയ്യ, എന്നിട്ടും ഞാൻ ഫുള്ളായിട്ടിരുന്ന് അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ്. കാരണം നല്ല ഇൻട്രസ്റ്റോട് കൂടി തന്നെയാണ് ഞാൻ സംസാരിക്കാൻ ഒട്ടും താല്പര്യം. എന്നെ സംസാരിക്കാൻ വിളിച്ചതെന്ന് സംസാരിക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ 100% ഇന്ന് ശരിയായ രീതിയിൽ ഇത് ആദ്യം തുടങ്ങി അവസാനം വരെ കേട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ഒരു സെഷൻ അത് പലർക്കും പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് അറിയില്ല ഇതിന്റെ വില മതിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയാം ഓരോ സെഷൻസിന്റെ വില. അത് ലക്ഷങ്ങൾ കൊടുത്ത കിട്ടാത്തൊരു വിലയാണ്. നമ്മുടെ അറിയാതെ നമ്മുടെ ബ്രെയിനില് നമ്മുടെ തോട്ട് പ്രോസസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറിയാതെ. അന്ന് കേട്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയായാലും. കാരണം ഒരിക്കൽ സാറിനെ പോലെ ഒരു വ്യക്തി ഇത്രയും നല്ല ഒരു കാരണം സാറിലെ വേറെ ഞാൻ ഒത്തിരി ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ള 100 കണക്കിന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഇന്ത്യ വിട്ടിട്ടും. പക്ഷെ ഇത്രയും നല്ല ഒരു സ്പെസിഫിക് ആയിട്ട് വ്യക്തികൾക്ക് ഉൾക്കൊള്ളുന്ന രീതിയിൽ അവന്റെ ബ്രെയിനിലേക്ക് കയറ്റിയിട്ടാണ് സാർ അടുത്ത പോയിന്റിലേക്ക് വന്നുള്ളൂ. കാരണം വളരെ നന്നായിട്ട് ഇതിൽ കൂടുതൽ ഒരാൾക്ക് ട്രെയിനിങ് എടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇനിയിപ്പോ ആരെടുത്താലും ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്ന രീതിയിൽ ഇത്രയും വരെ സൂം മീറ്റിംഗിൽ ഇത്രയും മനോഹരമായിട്ട് ട്രെയിനിങ് വേറൊരാൾക്ക് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് എന്റെ സത്യമായ എന്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്ന, അല്ലാതെ ചുമ്മാ ഒരു ഒരു എന്താ പറയാ ഒരു പോളിഷിന് വേണ്ടി പറയുന്ന അല്ല, സത്യമായ കാര്യമാണ്. കാരണം ഞാൻ 20 കൊല്ലമായിട്ട് ആയിരക്കണക്കിന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതും അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എന്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. കാരണം അത്രയും നല്ല ട്രെയിനിങ് ആയിരുന്നു. അത് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇന്ന് അറ്റൻഡ് ചെയ്തേക്കുന്ന ആൾക്കാർ അധികം പോയിട്ടില്ല. കാരണം എല്ലാവരും ഇരുന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആൾക്കാർക്ക് ഉൾക്കൊണ്ടിട്ടുണ്ട്. ശരിക്കും ഇതിന്റെ റിസൾട്ടുകൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ റിസൾട്ട് സാറ് വീഡിയോ തന്നു. ഞാൻ എന്റെ ടീമിലെ ഓരോ വ്യക്തികളും സ്പെഷ്യലായിട്ട് ഇട്ട് കൊടുത്തു ഓരോ വ്യക്തികൾക്കും. അതോടൊപ്പം തന്നെ ഇന്നത്തെ ട്രെയിനിങ് ആയാലും അത് 100% ഉൾക്കൊണ്ടിട്ടുണ്ട് സാറേ. സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് അബ്രഹാം ചേട്ടാ. ശ്രീത്തെ, ഓവർ ടു യു ഫോർ final comments and conclusion. Thank you very much. Yeah, final comments is that it's had ഒരു സല്യൂട്ട് ആണ്. അവിടെ കാണുന്നില്ല, ഒരു സല്യൂട്ട് ആണ്. കാരണം ഞാൻ ട്രെയിനിങ് എടുത്തിട്ട് ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് സെഷൻസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് സെഷനിൽ നമ്മൾക്ക് പഠിപ്പിച്ച് തന്നേക്കണം. കാരണം ട്രെയിനിങ് എന്നൊരു പെർസ്പെക്റ്റീവില് നമ്മൾ സെയിൽസ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിലും അവരുടെ കൂട്ടത്തിൽ പോകുന്നു, വലിയ കാര്യമായിട്ടുള്ള ഒബ്ജക്ഷൻസ് ഒന്നും വരില്ല. കാരണം അതെല്ലാം അവരുടെ നാച്ചുറൽ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇൻഷുറൻസിന്റെ കാര്യത്തിലാണ് അവിടെയൊക്കെ പഠിപ്പിച്ച് തന്നേക്കണ കുറെ കാര്യങ്ങൾ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് എന്ന രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഇന്ന് കേട്ടത് ലൈവായിട്ട് ആൾക്കാരെ കണ്ട് മീറ്റ് ചെയ്ത് ആ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്തേക്കണത്. വെറുതെ തിയറി അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതൊരാളുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ആ സംഭവം വന്നേക്കണമെങ്കിൽ അതിന്റെ വാല്യൂ അബ്രഹാം ചേട്ടൻ പറഞ്ഞ പോലെ അതിനൊരു കണക്കിടാൻ പറ്റില്ല. അത് ഒരു നമ്പർ അവിടെ ഇടാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം അത് എത്ര വില കൊടുത്താലും എത്ര പൈസ കൊടുത്താലും ഇങ്ങനത്തെ ഒരു സെഷൻ ഇനി ഒരിക്കലും ഒരാൾക്കും കിട്ടില്ല. അത് 100% ഗ്യാരണ്ടീഡ് ആണ്. അപ്പൊ ആസ് എ ട്രെയിനർ മാത്രമല്ല, ആസ് എ പേഴ്സൺ ഹു ഇസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ഓർഗനൈസേഷൻ പറയുന്ന അത് വളരെ കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം വാല്യൂ ഇല്ല ഇതിന്. അപ്പോ അത്രയ്ക്കും നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നാളെ പുറത്തിറങ്ങി ആരോടെങ്കിലൊക്കെ സംസാരിക്കുമ്പോൾ ഒരു വിധത്തിലും എവിടെയും സ്റ്റക്കായി പോകാൻ പാടില്ല എന്ന് വിചാരിച്ച് ഒരാള് അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ഇവിടെ നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ ഇന്ന് ഇവിടെ അറ്റൻഡ് ചെയ്തില്ലാതെ പോയ ആൾക്കാർക്ക് എത്ര എമൗണ്ടിന്റെ നഷ്ടമാണെന്ന് പറയാൻ എനിക്കറിയില്ല. അപ്പൊ അത്രയ്ക്കും നഷ്ടമാണ് ആ ആൾക്കാർക്ക്. ഇതെന്ത് ചെയ്യാൻ പറ്റും? അത് ഓരോരുത്തരുടെ വിധി എന്ന് നമുക്ക് പറഞ്ഞ് സമാധാനിക്കാം. ബട്ട് താങ്ക് യു വെരി മച്ച് ഫോർ സച്ച് എ വണ്ടർഫുൾ സെഷൻ. ആൻഡ് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ തടസ്സങ്ങളൊന്നുമില്ല. കാരണം എന്തൊക്കെ പറയണം, ഇപ്പൊ ഇന്ന് നമ്മൾ ഈ കേട്ട ഈ സെഷന്റെ കൂട്ടത്തില് IKN 101 പോയിട്ട് YMLM, വൈ ഇന്ത്യ, വൈ മോദി കെയർ എന്ന് പറഞ്ഞ ആ ഒരു സെഷനും കൂടി ഇതിന്റെ കൂടെ അനുബന്ധമായി അത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% കംപ്ലീറ്റ് വെപ്പൺസ് നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം. ശരിയല്ലേ അഭിനോട്ടാ? 100%. I want all of you to succeed. I want all of you to be at the top. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ട്രാൻസ്ഫോർമേഷൻ വരണം. അത് ലാസ്റ്റിംഗും ആയിരിക്കണം. പെട്ടെന്ന് തന്നെ വരുമാനം വരികയും അത് നിലനിർത്താനും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ ആരുടെ മുമ്പിലും കൂസാതെ വളരെ കോൺഫിഡന്റ് ആയിട്ട് എടുത്തു പിടിച്ച തലയുമായിട്ട് ഇറങ്ങി പുറപ്പെട്ട് വലിച്ചടിച്ച് മുന്നോട്ട് പോവുകയും ഒരു വലിയ വിപ്ലവം
നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതത്തിലും വരുത്തുകയും നാളെ ഈ ട്രെയിനിങ്ങുകൾ മറ്റുള്ളവർക്ക് കൊടുക്കാനും നിങ്ങൾക്ക് കഴിയുന്ന ഒരു ലെവലിലേക്ക് വളരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. അടുത്ത ഞായറാഴ്ച നമുക്ക് ഇനിയും വിലപ്പെട്ട ട്രെയിനിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ വരിക, വാല്യൂ ആഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. കൂടെയുള്ള ആളുകളെ കൊണ്ടുവരിക, പുതിയ ആളുകളെ അവിടെ കൊണ്ടുവരിക. കൺവെർട്ട് ചെയ്യുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഞങ്ങളെ പോലുള്ള ആളുകൾ വളരെ സീരിയസ് ആണ്, സിൻസിയർ ആണ്. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾക്ക് കൂടുതൽ പ്രചോദനാത്മകമായ രീതിയിൽ അവരെ ജോയിൻ ചെയ്യിപ്പിച്ച് തരാനൊക്കെ നമുക്ക് കഴിയും. കൂടെ നിൽക്കുക, വിശ്വസിച്ച് കൂടെ നിൽക്കുക. ലെറ്റ് us വർക്ക് ടുഗദർ, ലെറ്റ് us വിൻ ടുഗദർ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഇത്രയും നേരം നല്ല ട്രെയിനിങ് തന്ന സാറിന് എല്ലാവരും പേരില് താങ്ക് യു. ബൈ ബൈ. നല്ല ട്രെയിനിങ്, ബെസ്റ്റ് ട്രെയിനിങ്.